ഓക്കെ, അപ്പൊ നമ്മൾ +1 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് മുതൽ +2 ചാപ്റ്റേഴ്സ് തുടങ്ങുകയാണ്. ചാപ്റ്റർ ഏതാണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ തുടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമ്മളെ ഹ്യൂമൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ആനിമൽസ് ആണ് അല്ലെ. അവർ സെക്ഷലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവര് വിവി പാരസ് ആയിട്ടുള്ളവരാണ് അല്ലെ. വിവി പാരസ് ആണ്. അവര് എഗ് ലേ ചെയ്യുക അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലെ. അപ്പൊ അവര് വിവി പാരസ് ആയിട്ടുള്ള സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പിന്നെന്താ, റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുകയാണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു സെയിം സ്പീഷീസിലുള്ള ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ റീപ്രൊഡക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് കാണുന്ന കുറച്ച് ഇവന്റ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇവന്റ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ ഓരോന്നും എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിക്കളയാം. ഫസ്റ്റ് എന്താണ്, ഗ്യാമറ്റോജനസിസ് ആണ് അല്ലെ. ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗമീറ്റ്സിന്റെ ഫോർമേഷൻ ആണ് അതിൽ നടക്കുന്നത്. ഗമീറ്റ്സിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഡിഫറെന്റ് ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം അതാണ് എന്ത്, ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇൻസെമിനേഷൻ ആണ്. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്പേം അല്ലെങ്കിൽ ആ ഒരു സെമൻ എന്ത് ചെയ്യുക, ഫീമെയിലിന്റെ വെജൈനൽ ട്രാക്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വെജൈനൽ ട്രാക്റ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ടോ ഈ ഒരു നമ്മുടെ ഒരു സെമൻ എന്ത് ചെയ്തു, വെജൈനൽ ട്രാക്റ്റിൽ എത്തി. അത് ഇവിടെ എവിടെ എത്തി, നമ്മളെ യൂട്രസിന്റെ ഉള്ളില് അവിടെ എത്തി. അവിടുന്ന് എവിടേക്ക് പോയി, നമ്മുടെ ഓവിഡക്റ്റിന്റെ ഇതിലേക്ക് പോയി. അതിലുള്ള ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ എത്തിയിട്ട് അത് നമ്മുടെ ഓവോമായിട്ട് കണ്ടുമുട്ടുകയാണെങ്കിൽ എന്ത് നടക്കും, ഓവോമായിട്ട് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എംബ്രിയോ ഉണ്ടാവും അല്ലെ. ആ എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, അതിന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറ്റിപ്പിടിച്ച് നിൽക്കണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓടി നടക്കുന്നു. അപ്പം അത് എന്ത് ചെയ്യും, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമിലാവും. അങ്ങനെ ഫോമിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൻഡോമെട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്രൈൻ വാളിൽ പോയിട്ട് അങ്ങോട്ട് പറ്റിപ്പിടിച്ചിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു എവിടെയെങ്കിലും എടുത്ത് പറ്റിപ്പിടിച്ച് നിന്നിട്ടുണ്ട്. ഈ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി വരെയുള്ള ആ ഒരു മന്ത്സ് അല്ലെങ്കിൽ അതിനിടയിൽ നടക്കുന്ന ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് നമ്മൾ എന്ത് പറയുന്നത്, ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതിന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, നമ്മുടെ പാർച്ചുറേഷന് മുമ്പ് വരെ ഉണ്ടാവുന്ന ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് എന്ത്, ഗസ്റ്റേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഗസ്റ്റേഷൻ പീരീഡ് കഴിഞ്ഞ് ഡെലിവറി അല്ലെങ്കിൽ പാർച്ചുറേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇതാണ് എന്ത്, മെയിൻ ഇവന്റ്സ്, മെയിൻ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ ഇവന്റ്സും എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് എടുത്ത് നോക്കണം അല്ലെ. അപ്പം അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്തറിയണം, ഗ്യാമറ്റോജനസിസ് ആണ് ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റ് ഗ്യാമറ്റോജനസിസ് എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് പാർട്സ്, അതിനുള്ളിൽ എങ്ങനെയാണ് ഗമീറ്റ്സ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം അല്ലെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഒരു പെയർ ഓഫ് ടെസ്റ്റസ് കാണും അല്ലെ. ഒരു പെയർ ഓഫ് ടെസ്റ്റസ് കാണും. അതിന്റെ ആക്സസറി ഡക്ട്സ് ഉണ്ട്, ആക്സസറി ഗ്ലാൻസ് ഉണ്ട്, പിന്നെ എന്താ, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പെയർ ടെസ്റ്റസ്, അതിന്റെ ആക്സസറി ഡക്ട്സ്, ആക്സസറി ഗ്ലാൻസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ഇതെല്ലാം കൂടിയിട്ടാണ് എന്ത് പറയുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ എന്താണ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടെസ്റ്റസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ടെസ്റ്റസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. മെയിൽസിലുള്ള പ്രൈമറി സെക്സ് ഓർഗനെ നമ്മൾ എന്താണ് പറയുന്നത്? ടെസ്റ്റസ് എന്നാണ് പറയുന്നത്. അത് എത്ര ഉണ്ട്? ഒരു പേര് നമുക്ക് ഓരോ ഓർഗാൻസിലും കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സസറി ഡക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആക്സസറി ഡക്ട്സ് ഏതൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ കാണുന്നത്? testis, vasa efferentia, epididymis, vas deferens, ejaculatory duct. Okay, ഇത്രയും നമുക്ക് എന്തിൽ കാണാൻ പറ്റും? നമ്മളെ ഹ്യൂമൻ മെയിൻസിൽ മെച്ചുവർ ആയിട്ടുള്ള ഹ്യൂമൻ മെയിൻസിൽ കാണാൻ പറ്റും. ഇനി ആക്സസറി ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഓക്കെ, എന്താണ് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒന്നേ ഉള്ളൂ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ്. ഓക്കെ, ഇനി എന്താണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ? ജെനൈറ്റാലിയ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതെന്താണ്? പെനിസ് ആണ് അല്ലെ. പീനസ് എന്ന് പറയുന്ന ഇതാണ് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നമ്മള് ഹ്യൂമൻ മെയിൽസിൽ കാണുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? ടെസ്റ്റിസിനെയാണ് അല്ലെ. അപ്പൊ ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത്? നമ്മളെ മെച്യൂർ ആയിട്ടുള്ള നമ്മളെ ഹ്യൂമൻ ബീങ്സിന്റെ അബ്ഡോമിനൽ റീജിയനിലാണ് കാണുന്നത്. അബ്ഡോമിനൽ റീജിയനിലാണ് കാണുന്നത്. പക്ഷെ അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ ഉള്ളിലാണോ നമ്മൾ കാണുന്നത് ഈ ഒരു ടെസ്റ്റിസിനെ? അല്ല, അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ പുറത്ത് ആ ഒരു റീജിയനിൽ എന്താണ് സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാക്കിൽ അല്ലെങ്കിൽ ഒരു പൗച്ചിലായിട്ടാണ് നമ്മൾ എന്തിനെ കാണുന്നത്? ടെസ്റ്റിസിനെ കാണുന്നത് അല്ലെ. എവിടെയാണ്? അബ്ഡോമിനൽ ക്യാവിറ്റിയിലല്ല കാണുന്നത്, അബ്ഡോമിനൽ റീജിയനിൽ നമ്മള് ക്യാവിറ്റിന്റെ പുറത്തായിട്ട് സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗച്ച് അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചറിലായിട്ടാണ് നമ്മൾ ടെസ്റ്റിസിനെ കാണുന്നത്. ഒരു പെയർ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പം എന്തിനാണ് ഈ സ്ക്രോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിലേക്ക് അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ പുറത്തേക്ക് നമ്മൾ ഈ ടെസ്റ്റിസിനെ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹീറ്റ്, ആ ഒരു ബോഡി ടെമ്പറേച്ചർ എന്തിനു വേണ്ട? ഈ ഒരു ടെസ്റ്റിസിന് അല്ലെങ്കിൽ അതിനുള്ളിലുള്ള സ്പെർമിന്റെ പ്രൊഡക്ഷന് അത്രയും ഹീറ്റ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് ലോ ടെമ്പറേച്ചർ കുറച്ചുകൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ പുറത്തായി ഓട്ടത്തിൽ എന്തിനാ വെച്ചത്? ഈ ഒരു ടെസ്റ്റിസിനെ കൊണ്ട് വെച്ചത്. അപ്പം ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 or 2.5 ഡിഗ്രി സെൽഷ്യസ് ലോ ടെമ്പറേച്ചർ മതി എന്തിന്? സ്പെർമിന്റെ അല്ലെങ്കിൽ സെമന്റെ പ്രൊഡക്ഷന്. ഓക്കെ, ഈ സ്പെർമറ്റോജനസിന് എന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ഒരു 2 or 2.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചർ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അതിന്റെ ഉള്ളിലുള്ള ടെസ്റ്റിസിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ, അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? നമ്മൾ ഓരോ ടെസ്റ്റിസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആക്കാൻ പറ്റും. ഓക്കെ, ഒരു ടെസ്റ്റിസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അതിനെ നമ്മൾ എന്താ പറയുന്നത്? ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഓരോ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിലും നമുക്ക് 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള എന്തിനെ കാണാൻ പറ്റും? സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കാണാൻ പറ്റും. എന്തിനെ കാണാൻ പറ്റും? സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ടെസ്റ്റിസ് എടുത്തു, ഓരോ ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാലും ആ ഓരോ ടെസ്റ്റിസിനെയും നമുക്ക് 250ഓളം, ഒരു ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ 250ഓളം നമുക്ക് കമ്പാർട്ട്മെന്റ്സുകളായിട്ട് തിരിക്കാൻ പറ്റും. ആ ഓരോ കമ്പാർട്ട്മെന്റ്സിലും എന്തുണ്ടാവും? 1 മുതൽ 3 വരെ എന്തുണ്ടാവും? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടാവും. അവര് ഹൈലി കോയിൽഡ് ആയിട്ടുണ്ടാവാം. ഓക്കെ, ഇനി ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ എടുത്ത് നോക്കുവാണ് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? അതിന്റെ ഉള്ളില് അതിന്റെ ഇന്റേണലി അതിനെ ലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് 2 ടൈപ്പ് സെൽസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? സ്പെർമറ്റഗോണിയ എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് കാണാൻ പറ്റും. സ്പെർമറ്റഗോണിയ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ജേം സെൽസ് ആണ്. ഓക്കെ, മെയിൽ ജേം സെൽസും ഉണ്ടാവും. അതുപോലെ തന്നെ സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള
സെൽസും കാണാൻ പറ്റും. സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് ഉണ്ടാവും, മെയിൽ ജേം സെൽസ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് സെൽസ് നമ്മളെ ഈ ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിനെ ഇന്റേണലി ലൈൻ ചെയ്ത് കാണാൻ പറ്റും, അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ മെയിൽ ജേംസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്നത് എന്താണ്? അവരാണ് പിന്നീട് ഭാവിയിൽ എന്താവുന്നത്? സ്പേംസ് അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ സെർട്ടോളി സെൽസ് എന്താണ്? സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് അവർക്ക് ന്യൂട്രീഷൻ കൊടുക്കാനുള്ള സെൽസ് ആണ് അല്ലെ. നമ്മളെ ജേം സെൽസ് ആയിട്ട് മാറിക്കഴിയുന്ന ഈ ഒരു മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയക്ക് അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെൽസ് ആണ് ആര്? സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള എന്തുണ്ടാവും? 1 മുതൽ 3 വരെ ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്തിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞു? ഓരോ കമ്പാർട്ട്മെന്റ്സിലും, ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിലും കാണാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 1 2 സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉള്ള ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ? ഓക്കെ, ആ ഭാഗത്ത് എന്ന് വെച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്ത് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കുറെ സെൽസ് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്ത് പറയും? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ഈ ഒരു 2 എണ്ണം നമ്മളിപ്പം ഒരു സെൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പേസിനെ നമ്മൾ എന്താ പറയാ? ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നല്ലേ പറയാ. അപ്പൊ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്തുള്ള സ്പേസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിക്കുലർ ലോബ്യൂളിന്റെ ഉള്ളില് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കഴിഞ്ഞ ബാക്കിയുള്ള ആ സറൗണ്ടിങ് സ്പേസിനെ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. ആ സ്പേസിൽ കാണുന്ന സെൽസ് ആയതുകൊണ്ട് തന്നെ അതിനെ എന്ത് പറയും? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയും. ആ സെൽസിന് വേറൊരു പേരും കൂടി ഉണ്ടെന്നാണ്, ലേഡിക് സെൽസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവരാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്പെർമാറ്റോജനസിസിനെ സഹായിക്കുന്നത്, മെയിൻ ആയിട്ട് സഹായിക്കുന്ന ഒരു സെൽസ് ആണ് അവര്. എങ്ങനെയാണ്? അവരാണ് ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ലേഡിക് സെൽസ് ആണ്. ഓക്കെ, ആൻഡ്രോജൻസ് എന്താണ്? മെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. ആയിട്ടുള്ള ഒരു ആൻഡ്രോജനെ പറയുകയാണെങ്കിൽ, ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഹോർമോൺ അങ്ങനെ ഇതുള്ളതല്ല അല്ലെ. എന്താണ്? ഒരു കൂട്ടം ഹോർമോൺസ്, മെയിൽ സെക്സ് ഹോർമോൺസിനെ എല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? അവരെ എല്ലാം കൂടി പറയുന്നതാണ് ആൻഡ്രോജൻസ് എന്ന്. ഇനിയിപ്പം അതിലൊരു മെയിൻ ആയിട്ടുള്ള ആളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൽ? നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആക്സസറി ഡക്ട്സ് ആണ് അല്ലെ. ആക്സസറി ഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എണ്ണം ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? റിറ്റിയേറ്റസ്റ്റിസ്, വാസ് ഡയഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ് അല്ലെ, ഇത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് എന്താവും? സെമിനിഫറസ് ട്യൂബ്യൂൾസ് അങ്ങോട്ട് യുണൈറ്റ് ചെയ്തിട്ട് കുറച്ച് ട്യൂബ്യൂൾസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ട്യൂബ്യൂൾസ് ആയിട്ട് മാറും. അവരെ എന്തിലേക്കാണ് ഓപ്പൺ? സെമിനിഫറസ് ട്യൂബ്യൂൾസ് കുറെ എണ്ണം ഇങ്ങനെ കൂടി എന്ത് ചെയ്യും? ഒരൊറ്റൊരു സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ ആയിട്ട് മാറിയിട്ട് അവര് എന്തിലേക്ക് ഓപ്പൺ ചെയ്യും? റെറ്റേറ്റസ്റ്റിസിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഡക്ട് ഏതാണ്? റെറ്റേറ്റസ്റ്റിസ് എന്ന് പറയുന്ന ഡക്ട് ആണ്. ഓക്കെ, അവര് എന്താണ്? ഇറഗുലർ ആയിട്ടുള്ള ക്യാവിറ്റീസ്. ഓക്കെ, റെറ്റേറ്റസ്റ്റിസിൽ നിന്ന് ഈ ഒരു സ്പേം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? വാസ എഫ്രൻഷ്യയിലേക്കാണ് പോകുന്നത്. ഓക്കെ, വാസ എഫ്രൻഷ്യയിലേക്കാണ് പോകുന്നത്. അവര് എന്താണ്? റെറ്റേറ്റസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ സ്വീകരിക്കുകയും എപ്പിഡിഡിമിസിലേക്ക് അതിനെ എന്ത് ചെയ്യും? അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഏകദേശം 10 മുതൽ 20 വരെ ആയിട്ടുള്ള ഫൈൻ ട്യൂബ്യൂൾസ് ആയിട്ടാണ് എന്ത് കാണുന്നത്? വാസ എഫ്രൻഷ്യ കാണുന്നത്. ഇനി അടുത്തത് എന്താണ്? എപ്പിഡിഡിമിസ് ആണ് അല്ലെ. എപ്പിഡിഡിമിസ് എന്ന് പറയുമ്പോൾ അത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് ആണ്. എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് ആണ്. അവിടെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒരു ടെമ്പറലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇജാക്കുലേഷന്റെ സമയത്ത് എവിടുന്നാണ് പോകുന്നത്? ഈ ഒരു എപ്പിഡിഡിമിസിൽ നിന്നാണ് സ്പേം പോകുന്നത്. ഓക്കെ, അപ്പൊ സ്പേമിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം ഏതാണ് അല്ലെങ്കിൽ ഡക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്? എപ്പിഡിഡിമിസ് ആണ്.
ഓക്കെ, ടെമ്പററിലി നമ്മളെ സ്പേമിനെ ആരാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിഡിഡിമിസ് ആണ് അതിന് ആൻസർ. നമ്മുടെ സെർട്ടോളി സെൽസിൽ നിന്നും സ്പേംസ് ആയി കഴിഞ്ഞ് അത് ഡിറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ഫർദർ മെച്ചുറേഷനും സ്റ്റോറേജിനും വേണ്ടി എങ്ങോട്ട് എപ്പിഡിഡിമിസിലേക്ക് പോയി അവിടെ കിടക്കും. നെക്സ്റ്റ് ഒരു ഇജാക്കുലേഷൻ ആ ഒരു വരുമ്പം ഈ ഒരു എപ്പിഡിഡിമിസിൽ നിന്ന് അവർ എങ്ങോട്ട് പോകും? വാസ് ഡിഫറൻസിലേക്ക് പോകും. ഓക്കെ, വാസ് ഡിഫറൻസിലേക്ക് പോകും. ഈ വാസ് ഡിഫറൻസ് എന്ന് പറയുമ്പം അവര് ഏകദേശം അബ്ഡോമിനൽ റീജിയനിൽ എത്തി. വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ റീജിയൻ വരെ എത്തുന്ന ഒരു 40 cm ലോങ് ആയിട്ടുള്ള ഒരു ഡക്റ്റ് ആണ്. അവരെങ്ങനെയാണ് അബ്ഡോമിനലിൽ എത്തും? യൂറിനറി ബ്ലാഡറിലൂടെ ഒക്കെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു ഡക്റ്റ് ആണ് എന്ത്? വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെ എത്തി? അബ്ഡോമിനൽ റീജിയനിൽ എത്തി. ഓക്കെ, എന്നിട്ട് അവർ എന്ത് ചെയ്യും വെച്ചാല് സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഒരു ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റുമായിട്ട് വാസ് ഡിഫറൻസ് ജോയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറും. പക്ഷെ അതിനൊരു 2 സെന്റിമീറ്റർ ഒക്കെ ഇതുള്ളൂ ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് അവര് പോകുന്നുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് വാസ് ഡിഫറൻസ് നെക്സ്റ്റ് സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറും. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നെ എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? യുറീത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, യുറീത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ യുറീത്ര എങ്ങനെയാണ് പോകുന്നത്? ഈ ഒരു പ്രോസ്റ്റേറ്റ് ആൻഡ് ബൾബോ യുറിത്രൽ ഗ്ലാൻഡിന്റെ ഇടയിലൂടെ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഈ ഒരു യുറീത്രയിലേക്കാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെയും ബൾബോ യുറിത്രൽ ഗ്ലാൻഡ്സിന്റെയും സെക്രീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരുടെ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു യുറീത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, യുറീത്രയിലൂടെ നേരെ പോയിട്ട് എവിടെയാണ് അതിന്റെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് വരുന്നുണ്ടല്ലോ അല്ലെ? പീനസിൽ എന്ത് ഒരു എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലൂടെയാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ആ ഒരു എക്സ്റ്റേണൽ ഓപ്പണിങ്ങിനെ നമ്മൾ എന്താണ് പറയുന്നത്? യുറീത്രൽ മിയാറ്റസ് അല്ലെങ്കിൽ യുറീത്രൽ മീറ്റസ് എന്ത് പറഞ്ഞാലും കറക്റ്റ് ആണ്. യുറീത്രൽ മിയാറ്റസ് അല്ലെങ്കിൽ യുറീത്രൽ മീറ്റസ്, ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് യുണൈറ്റ് ചെയ്തിട്ട് ഒരു എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെയിറ്റ് ട്യൂബ്യൂൾ ആയിട്ട് മാറുന്നുണ്ട്. ആ ട്യൂബ്യൂൾ എങ്ങോട്ട് ഓപ്പൺ ചെയ്യും? റെക്റ്റേ ടെസ്റ്റിസിലേക്ക് ഓപ്പൺ ചെയ്യും. അത് പിന്നീട് വാസ എഫ്രൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യും. ആ വാസ എഫ്രൻഷ്യയിൽ നിന്ന് എപ്പിഡിഡിമിസിലേക്ക് വന്ന് അവിടെ കുറച്ചു നേരം സ്റ്റോർ ചെയ്ത് ഫർദർ മെച്ചുറേഷനും നടക്കും. ആ പിന്നീട് ഇജാക്കുലേഷന്റെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? വാസ് ഡിഫറൻസിലൂടെ, വാസ് ഡിഫറൻസ് എത്തുമ്പോൾ കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള ഒരു ട്യൂബുലർ സ്ട്രക്ചർ ആണത്, ഒരു ഡക്റ്റ് ആണ്. അപ്പം അത് അബ്ഡോമിനൽ റീജിയനിലേക്ക് എത്തും. യൂറിനറി ബ്ലാഡറിലൂടെ ഒക്കെ ലൂപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ വാസ് ഡിഫറൻസ് പിന്നീട് എന്ത് ചെയ്യും? സെമിനൽ വെസിക്കിളിൽ നിന്നുള്ള ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ടാകും. ഇജാക്കുലേറ്ററി ഡക്റ്റ് ഒരു 2 സെന്റിമീറ്റർ മാത്രമുള്ള ഒരു ചെറിയൊരു ഡക്റ്റ് ആയിട്ട് മാറും. ഈ ഒരു സെമിനൽ വെസിക്കിളിന്റെ ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അത് യുറീത്ര എന്ന് പറയുന്നിട്ടുള്ള ഇതിലേക്ക് ഓപ്പൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് എവിടേക്ക് ഓപ്പൺ ചെയ്യും? യുറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യും. യുറീത്രയിലേക്കാണ് പിന്നീട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെയും ബൾബോ യുറിത്രൽ ഗ്ലാൻഡിന്റെയും എന്ത് ചെയ്യുന്നത്? ഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അവസാനം എവിടേക്കാണ്? യുറീത്രൽ മിയാറ്റസ് അല്ലെങ്കിൽ യുറീത്രൽ മീറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലൂടെ അതെന്ത് ചെയ്യും? പുറത്തേക്ക് ഇജാക്കുലേഷൻ നടത്തും. ഓക്കെ, അപ്പം ഇതാണ് എന്ത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളതിന്റെ ഡയഗ്രാം ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയാ വരിക? ഇതാണ് എന്ത്? ടെസ്റ്റസ് അല്ലെ? ടെസ്റ്റസ് ആണത്. ടെസ്റ്റസിന് ഉള്ളിൽ എന്തുണ്ട്? ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ഉണ്ട്. അതിനുള്ളിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ലോങ് ഒരു ട്യൂബ്യൂൾ ആയിട്ട് അത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റെക്റ്റേ ടെസ്റ്റിസിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റെക്റ്റേ ടെസ്റ്റിസ് ഈ ഒരു ടെസ്റ്റിസിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള എന്തിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്? അതിലുള്ള എപ്പിഡിഡിമിസിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എപ്പിഡിഡിമിസ് എന്ന് പറയുമ്പോൾ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെ? എപ്പിഡിഡിമിസിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എപ്പിഡിഡിമിസിൽ നിന്ന് അത് പിന്നെ എങ്ങോട്ടായിട്ട് പോയിട്ടുള്ളത്? റെക്റ്റേ ടെസ്റ്റിസ്, വാസ എഫ്രൻഷ്യ, എപ്പിഡിഡിമിസ്. റെക്റ്റേ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫ്രൻഷ്യയിലേക്കും അവിടെ നിന്ന് അത് എങ്ങോട്ടാണ്? എപ്പിഡിഡിമിസിലേക്ക് പോയിട്ടുണ്ട്. എപ്പിഡിഡിമിസിൽ നിന്ന് അത് പിന്നെ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? വാസ് ഡിഫറൻസിലേക്കാണ് പോയിട്ടുള്ളത്. വാസ് ഡിഫറൻസിനെ കണ്ടോ? വാസ് ഡിഫറൻസ് ഇതേ
ഭയങ്കര ലോങ് ആയിട്ട് അത് അബ്ഡോമിനൽ റീജിയനിൽ വരെ എത്തിയിട്ടുണ്ട് അല്ലെ. അബ്ഡോമിനൽ ക്യാവിറ്റി ഒക്കെ കഴിഞ്ഞ് ആ റീജിയനിൽ എത്തിയിട്ടുണ്ട്. അത് പിന്നീട് എന്താണ് യൂറിനറി ബ്ലാഡറിനെ ഒക്കെ ലൂപ്പ് ചെയ്ത് ഇതാണ് സെമിനൽ അല്ലെ, സെമിനൽ വെസിക്കിൾ ആണത്. ഇത് രണ്ടും സെമിനൽ വെസിക്കിൾ ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ഡക്റ്റുമായിട്ട് ജോയിൻ ചെയ്ത് എന്തായിട്ട് മാറുന്നുണ്ട്? ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നീട് എന്ത് ചെയ്യും? യൂറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ഇതെന്താണ്? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും എന്തിലേക്കാണ്? യൂറീത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് യൂറീത്രയ്ക്ക് വേറെ എന്തും കൂടി പറയാം നമുക്ക്? യൂറിനോജെനൈറ്റൽ ട്രാക്ട് എന്നും കൂടി പറയാം കേട്ടോ. അപ്പൊ യൂറിനോജെനൈറ്റൽ ട്രാക്ട് എന്നാണ് തരുന്നതെങ്കിൽ അത് എന്തെന്നെയാണ്? യൂറീത്രയാണ്. അപ്പൊ യൂറീത്ര അല്ലെ യൂറിനോജെനൈറ്റൽ ട്രാക്ട്. ഓക്കെ, അത് കഴിഞ്ഞതേ അവസാനം എവിടെ എത്തി? അവിടെ ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിലൂടെ എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി. ആ ഓപ്പണിംഗിന്റെ പേരെന്താണ്? യൂറിത്രൽ മിയാറ്റസ് എന്നാണ്, അല്ലെങ്കിൽ യൂറിത്രൽ മീറ്റസ്. ആക്സസറി ഗ്ലാൻസിനെ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഉള്ളത്? പെയർഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾസ് ഉണ്ട് അല്ലെ, ഒരു പെയർ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. പിന്നെന്താണ്? ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്. പെയർഡ് ആയിട്ടുള്ള ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? കൗപ്പസ് ഗ്ലാൻഡ്. ഓക്കെ, അതും കൂടി ആലോചിച്ച് വെക്കണം. എന്താണ്? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന് വേറൊരു പേരും കൂടി ഉണ്ട്, കൗപ്പസ് ഗ്ലാൻഡ്. ഓക്കെ, ഈ ഗ്ലാൻഡ്സിൽ നിന്നൊക്കെ എന്ത് വരുന്നുണ്ട്? സെക്രീഷൻസ് വരുന്നുണ്ട്. സെമൻ എന്ന് പറയുന്ന സാധനം അല്ലെ, സ്പേം മാത്രമാണോ സെമനിലുള്ളത്? അല്ല, അതിൽ കുറെ എന്തുണ്ട്? സെക്രീഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് അല്ലെ. ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് എന്ത് വരുന്നത്? സെമൻ ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പം ഈ ഗ്ലാൻഡ്സിന്റെ ഒക്കെ എന്തുണ്ട്? സെക്രീഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഗ്ലാൻഡ്സിന്റെ ഒക്കെ സെക്രീഷൻസിനെ എല്ലാം കൂടി എന്താണ് പറയുന്നത്? സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലാൻഡ്സിന്റെ ഒക്കെ സെക്രീഷനെ, സ്പേം ഒഴികെ ഈ ഗ്ലാൻഡ്സിന്റെ ഒക്കെ സെക്രീഷൻസിനെ എന്താണ് പറയുന്നത്? സെമിനൽ പ്ലാസ്മ എന്നാണ് പറയുന്നത്. ഓക്കെ, സെമിനൽ പ്ലാസ്മയിൽ എന്താണ് കൂടുതൽ ഉണ്ടാവുക? ഫ്രക്ടോസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ഫ്രക്ടോസ് ആണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ എന്തുണ്ടാവും? കാൽഷ്യം, കുറച്ച് എൻസൈംസും വേറെ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫ്രക്ടോസ്, കാൽസ്യം, പിന്നെ കുറച്ച് എൻസൈംസ്, ഇതൊക്കെയാണ് എന്തിൽ ഉണ്ടാവുക? ഈ ഒരു സെമിനൽ പ്ലാസ്മയിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ലൂബ്രിക്കേഷൻ ഓഫ് പീനസിന്റെ എന്തിനാണ്? ലൂബ്രിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻ ആണ്. അപ്പം ഓർത്ത് വെക്കുക, കൗപ്പസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന്റെ എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ലൂബ്രിക്കേഷൻ. പീനസിന്റെ ലൂബ്രിക്കേഷൻ ആണ് എന്ത്? അതിൽ നിന്ന് വരുന്ന സെക്രീഷന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സെമിനൽ പ്ലാസ്മയും കൂടെ ഈ സ്പേമും രണ്ടും കൂടി നമ്മൾ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെമൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ? സെമിനൽ പ്ലാസ്മ ഉണ്ടാവും, പ്ലസ് സ്പേമും ഉണ്ടാവും. ഇനി നമ്മുടെ ലാസ്റ്റ് ഈ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലാസ്റ്റ് പാർട്ട് എന്ത്? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ അല്ലെ. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതാണ് നമ്മുടെ ഹ്യൂമൻ മെയിൽസിലുള്ള എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത്? പീനസ് ആണ് അല്ലെ. പീനസ് ആണ്. ശരിക്കും നമ്മൾ പീനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്പെഷ്യൽ ടിഷ്യൂസ് കാണാൻ പറ്റും. സ്പോഞ്ചി ഇറക്ടൈൽ ടിഷ്യൂസ് കാണാൻ പറ്റും. ഓക്കെ, അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മളെ ഇറക്ഷന്റെ സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ ബ്ലഡ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഇറക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില് എന്താണ്? അതിന് സ്പെഷ്യലൈസ്ഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുക? ഈ ഒരു എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പീനസിൽ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സ്പെഷ്യൽ ടിഷ്യൂസ് കാണുന്നുണ്ട്. എന്താണ്? സ്പോഞ്ചി ഇറക്ടൈൽ ടിഷ്യൂസ് ആണത്. ഓക്കെ, അതെന്തിനാണ്? പീനസിന്റെ ഇറക്ഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഈ ഇറക്ഷൻ ആണ് എന്തിന്? ഇൻസെമിനേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നമ്മള് പീനസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? എൻലാർജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻസ് പെനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയനെ കാണാൻ പറ്റും. അതിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ഫോൾഡ് ഓഫ് സ്കിൻ കാണുന്നുണ്ട്. അതിനെ ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു കുറച്ചുകൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു എന്ത് കാണാൻ പറ്റും? ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു റീജിയൻ കാണാൻ പറ്റും. അറ്റത്ത് ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള റീജിയനെ കാണാൻ പറ്റും പീനസ് എടുത്ത് നോക്കി കഴിഞ്ഞാല്. അപ്പൊ അതിന് എന്താണ് പറയാ? ഗ്ലാൻസ് പീനസ് എന്നാണ് പറയാ. ഗ്ലാൻസ് പീനസ് എന്നാണ് പറയാ ആ ഒരു റീജിയനെ അല്ലെങ്കിൽ ആ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ഗ്ലാൻസ് പീനസ് എന്നാണ് പറയാ. അവിടെയുള്ള ടിഷ്യൂസിനെ നമ്മൾ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ളതിനെ എന്താണ്? ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. ഫോൾഡ് ഓഫ് സ്കിൻ ആണ് അത്. അവിടെയുള്ള ഫോൾഡ് ഓഫ് സ്കിന്നിനെ നമ്മൾ ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മള് നെക്സ്റ്റ് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് അല്ലെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മെയിലിൽ നോക്കിയ പോലെ തന്നെ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പ്രൈമറി സെക്സ് ഓർഗൻ നമുക്ക് കാണാൻ പറ്റും. പ്രൈമറി സെക്സ് ഓർഗൻ നമ്മൾ ഫീമെയിൽസിനെ എടുത്ത് നോക്കിയാൽ എന്താണ്? ഒരു പെയർ ഓഫ് ഓവറീസ് ആണ് അല്ലെ. പ്രൈമറി സെക്സ് ഓർഗൻ എന്താണ്? ഒരു പെയർ ഓഫ് ഓവറീസ് ആണ്. പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആക്സസറി ഡക്ട്സ് കാണാൻ പറ്റും. ആക്സസറി ഡക്ട്സ് ഏതൊക്കെയാണ് ഇതിലുള്ളത്? ഫെലോപ്പിയൻ ട്യൂബ്സ് കാണുന്നുണ്ട്, യൂട്രസ് കാണുന്നുണ്ട്, വെജൈന അല്ലെ. ഇതൊക്കെ എന്താണ്? ആക്സസറി ഡക്ട്സ് ആണ്. ഇനി നമ്മൾ ആക്സസറി ഗ്ലാൻസ് നോക്കുവാണ്. ഏതാണ് ഇതിൽ ആക്സസറി ഗ്ലാൻസ് ആയിട്ട് കാണുന്നത്? മാമറി ഗ്ലാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇവിടെ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ മാമറി ഗ്ലാൻസ് മാത്രമല്ല കേട്ടോ. ഈ ഒരു യൂട്രസ് അല്ലെങ്കിൽ ഓവറീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് അവരെ ആക്ട് ചെയ്യുന്നുണ്ട്. അവരും ഹോർമോൺസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആലോചിച്ച് വെക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു ഓവറീസ് എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോർമോൺസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പ്ലാസന്റ ആ ഒരു റീജിയനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ഇനി നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എടുത്ത് നോക്കുകയാണ്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? മോൺസ് പിബിസ് കാണുന്നുണ്ട് അല്ലെ. ലേബിയ മേജോറ, ലേബിയ മൈനോറ, പിന്നെ എന്താണ്? ഹൈമൻ ക്ലിറ്റോറിസ്. ഇതൊക്കെ നമ്മള് ഇവിടെയുള്ള എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഓരോന്നിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ്? പ്രൈമറി സെക്സ് ഓർഗൻ ആണ് എന്ത്? ഓവറീസ്. അതാണ് എന്ത് ചെയ്യുന്നത്? ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഒവേറിയൻ ഹോർമോൺസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെവിടെയാണ് കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ലോവർ അബ്ഡോമൻ റീജിയനിൽ ഈച്ച് സൈഡ് ഓഫ് ലോവർ അബ്ഡോമന്റെ ഓരോ സൈഡിലുമായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? ഓവറീസിനെ കാണുന്നത്. പെൽവിക് വാളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? യൂട്രസിലേക്കും അതിന് കണക്ഷൻ ഉണ്ട്. അത് ഓവറീസ് വെറുതെ ഇങ്ങനെ നിൽക്കുമായിരിക്കില്ലല്ലോ അല്ലെ. അതിനെ പിടിച്ച് അവിടെ നിർത്താൻ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും ആ സ്ഥാനത്ത് നിർത്താൻ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ വെറുതെ ഏതിലെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിന് സ്ഥാനം മാറിപ്പോകും അല്ലെ. അപ്പം അതിനെ എങ്ങനെയാണ് പിടിച്ചു നിർത്തിയിട്ടുള്ളത്? അതിന് പെൽവിക് വാളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിലേക്കും എന്തുണ്ട്? ലിഗമെന്റ്സ് വഴി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലിഗമെന്റ്സ് വഴി പെൽവിക് വാളിലേക്കും യൂട്രസിലേക്കും അതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓവറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആൽമണ്ട് ഷേപ്പ് ആണ്. നമ്മൾ ടെസ്റ്റസ് നോക്കുവാണെങ്കിൽ അത് എന്താണ്? അതൊരു ഓവൽ ഷേപ്പിലാണ് കാണുന്നത്. ഓക്കെ, ഓവറി എന്ന് പറയുമ്പോൾ എന്താണ്? ആൽമണ്ട് ഷേപ്പിലാണ് കാണുന്നത്. ഒരു 2 to 4 centimeter in length എടുത്ത് നോക്കുമ്പോൾ എത്രയാണ്? 2 to 4 centimeter ആണ് കാണുന്നത്. 2 സെന്റിമീറ്ററോളം വിഡ്ത്ത് ഉണ്ടാവും. പിന്നെ 1 സെന്റിമീറ്ററോളം എന്താണ്? തിക്ക് ആയിട്ടുള്ളതാണ് എന്ത്? ഓവറീസ് എന്ന് പറയുന്നത്. ഓരോ ഓവറി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിന് എന്താണ്? ഒരു തിൻ എപ്പിത്തീലിയം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഒവേറിയൻ സ്ട്രോമേൻ എന്ത് ചെയ്യുന്നത്? കവർ ചെയ്ത് കാണുന്നത്. ഓക്കെ, ഒവേറിയൻ സ്ട്രോമേന കവർ ചെയ്ത് കൊണ്ട് ഒരു തിൻ എപ്പിത്തീലിയം കാണുന്നുണ്ട്. ഈ ഒരു സ്ട്രോമേന നമ്മൾ 2 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓവറി നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനെ
ഇന്നർ ഒരു എന്താണ് സ്ട്രോമ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു തിൻ എപ്പിത്തീലിയം കവറിങ് കാണാൻ പറ്റും. ആ ഒരു സ്ട്രോമ റീജിയനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാണുന്നുണ്ട്, ഏതൊക്കെ റീജിയൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർട്ടക്സ് എന്നും ഇന്നർ മെഡുല്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നർ മെഡുല്ല എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലാണ് ശരിക്കും നമുക്ക് എന്ത് കാണാൻ പറ്റുക, കുറെ റൗണ്ടഡ് ബോഡീസ് കാണാൻ പറ്റും. ഓക്കെ, അതില് കുറെ ഫോളിക്കിൾ സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോളിക്കിൾ സ്റ്റേജിലുള്ള അതിനൊക്കെ എവിടെയാണ് കാണുന്നത്, ഇന്നർ മെഡുലയിലാണ് കാണുന്നത്. പിന്നെ എന്ത് കാണാൻ പറ്റും, പിന്നെ എന്താണുള്ളത്, ഓവിഡക്ട്സ് അല്ലെ, ഓവിഡക്ട്സ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്സ്, യൂട്രസ്, വെജൈന, അതൊക്കെയാണ് എന്ത് ഫീമെയിൽ ആക്സസറി ഡക്ട്സ്. അപ്പൊ ഡക്ട്സിനെ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഓവിഡക്ട്. ഓവിഡക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഫെലോപ്പിയൻ ട്യൂബ് അല്ലെ. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് തന്നെയാണ് ഓവിഡക്ട് തന്നെയാണ്. അപ്പം രണ്ടിടത്തും എന്തുണ്ട്, ഈ ഓരോ ഫെലോപ്പിയൻ ട്യൂബിലും എന്തൊക്കെ പാർട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇൻഫെന്റിബുലം, ആംപുല, ഇസ്തമസ് എന്ന് പറഞ്ഞിട്ടുള്ള 3 പാർട്ടായിട്ട് കാണുന്നുണ്ട്. ഇൻഫെന്റിബുലം എന്ന് പറയുന്നത് എന്താണ്, ഫണൽ ഷേപ്ഡ് പാർട്ടാണ്. അതിൽ എന്തുണ്ട്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയേഴ്സിനെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫിംബ്രിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഉള്ളിലേക്ക് നമ്മുടെ ഓവം വരുമ്പം അതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ ഫിംബ്രിയേഴ്സ് ആണ്. അതിന്റെ ഒരു കർവ്ഡ് ആയിട്ടുള്ള വൈഡ് കർവ്ഡ് പോർഷൻ എന്താണ് പറയുന്നത്, ആംപുല എന്ന് പറയുന്നതാണ്. പിന്നെ എന്താ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് ഇസ്തമസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്, യൂട്രസ് ആണ്. യൂട്രസ് എന്ന് പറയുമ്പോൾ എന്താണ്, വോംബ് ആണ് അല്ലെ. യൂട്രസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു തിക്ക് വാൾഡ് ആയിട്ടുള്ള മസ്കുലർ സ്ട്രക്ചർ ആണ് അല്ലെ. ഇൻവേർട്ടഡ് പ്യുർ ഷേപ്പിലാണ് കാണുന്നത് അല്ലെ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്യുർ ഷേപ്പിലാണ് കാണുന്നത്. അതിനുള്ളിൽ വെച്ചിട്ടാണ് എംബ്രിയോസ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യുകയും ഗ്രോ ചെയ്യുകയും ചെയ്യുന്നത്. അതിന് 3 വാൾസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്, ഔട്ടർ ആയിട്ടുള്ള പെരിമെട്രിയം ഉണ്ട്, മിഡിൽ മസ്കുലാർ ആയിട്ടുള്ള മയോമെട്രിയം ഉണ്ട്, ഇന്നർ ഗ്ലാൻഡുലർ ആയിട്ടുള്ള എൻഡോമെട്രിയം ഉണ്ട് അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുന്ന ആ ലോവർ എൻഡിനെ എന്താണ് പറയുന്നത്, സെർവിക്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റം അല്ലെ. ഇതിലിപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്തിനെ, ഈ ഒരു ഓവറിനെ പറഞ്ഞു അല്ലെ, ഒരു ഷേപ്പുള്ള ഓവറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് സെക്കൻഡറി ഊസൈറ്റ് ഫോമിൽ വരുന്ന ഓവം, സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിൽ വരുന്ന ഓവം എവിടെയാണ് എവിടെ കൂടിയാണ് ഉള്ളിലേക്ക് കടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് എവിടെയാണ്, ഇൻഫെന്റിബുലം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിലൂടെയാണ് അല്ലെ. ഇൻഫെന്റിബുലത്തിൽ എന്തുണ്ട്, ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ എന്താണ് പറയുന്നത്, ഫിംബ്രിയ എന്നാണ് പറയുന്നത്. ഈ ഫിംബ്രിയ എന്ത് ചെയ്യും, ഇതിനെ ഉള്ളിലേക്ക് കയറ്റും അല്ലെ, ഉള്ളിലേക്ക് കയറ്റും. അപ്പൊ നമ്മള് ഓവിഡക്ട് ഡക്ട്സിന്റെ പാർട്ട് പറഞ്ഞപ്പം ഏതൊക്കെ പാർട്ട് ഉണ്ടായിരുന്നു അതില്, നമ്മളെ ഫെലോപ്പിയൻ ട്യൂബിന്റെ പാർട്ട് അല്ലെങ്കിൽ ഓവിഡക്റ്റിന്റെ പാർട്ട് ഏതൊക്കെയായിരുന്നു, ഓവിഡക്റ്റ്. ഈ ഫുള്ളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഫെലോപ്പിയൻ ട്യൂബിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്താണ്, ഇൻഫെന്റിബുലം ആണ് അല്ലെ. ഇൻഫെന്റിബുലം, ഇൻഫെന്റിബുലത്തിൽ നിന്ന് ഇൻഫെന്റിബുലത്തിൽ നമുക്ക് ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഫിംബ്രിയ കാണാൻ പറ്റും. ഈ ഫിംബ്രിയ ആണ് നമ്മുടെ ഓവത്തിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ, ഉള്ളിലേക്ക് ആക്കാൻ സഹായിക്കുന്നത്. ഈ ഓവം പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, സെക്കൻഡറി ഊസൈറ്റ് ഫോമിലുള്ള ഓവം. പിന്നെ എവിടെ എത്തും, അടുത്ത ഇത് ഏതാണ്, ഈ ഒരു കർവേച്ചറിന്റെ അടുത്തുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിന്റെ പാർട്ട് ഏതാണ്, ആംപ്യുളയാണ്. ഓക്കെ, ഏതാണ്, ആംപ്യുളയാണ്. ഈ ആംപ്യുളയിലൂടെ പിന്നെ എവിടെ എത്തും, അങ്ങനെയാണ് പോകുന്നത് അല്ലെ. പിന്നെയുള്ള പാർട്ട് ഏതാണ്, ഇസ്തമസ് ആണ്. ഈ ഒരു പാർട്ട് ഇസ്തമസ് ആണ്. ശരിക്കും നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, ആംപുലറി ഇസ്തുമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമ്മൾ എക്സാക്ട് ആണെങ്കിൽ ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് വരാം, എവിടെയാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്
ആംപ്യുള ആംപ്യുലറി ഇസ്തമിക് ജംഗ്ഷൻ തന്നില്ല, പക്ഷെ ആംപ്യുള തന്നു, ഇസ്തമസ് തന്നു, ഫിംബ്രിയ തന്നു, അങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നു എന്ന് വിചാരിക്കാം. ആംപ്യുളയും തന്നു, ഇസ്തമസും തന്നു. അപ്പൊ നിങ്ങൾ അതിൽ ഏതാണ് ചൂസ് ചെയ്യുക? ഒന്ന് പറയാവോ? ആൻസർ ഇല്ല, എന്തെങ്കിലും ഒന്ന് പറ. ഓക്കെ, ഉത്തരം പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ തന്നെ പറയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ ആംപിളയും ഇസ്തമസും നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ആയിട്ട് തന്നിട്ട് നിങ്ങളോട് എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? നിങ്ങൾ ആംപ്യുള തന്നെ ചൂസ് ചെയ്യണം. ഓക്കെ, ആംപ്യുളയാണ് അപ്പൊ ചൂസ് ചെയ്യേണ്ടത്. ആംപ്യുളയും ഇസ്തമസും തന്നു, അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യരുത്? ഇസ്തമസ് ചൂസ് ചെയ്യരുത്, ആംപ്യുള തന്നെ ചൂസ് ചെയ്യണം. ശരിക്കും എവിടെയാണ് നടക്കുന്നത്? ആംപ്യുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഓക്കെ, അങ്ങനെ ആംപ്യുലറി ഇസ്തമിക് ജംഗ്ഷൻ അല്ലെങ്കിൽ ആംപ്യുളയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണ്? പിന്നെ അത് എംബ്രിയോ ആണ്. ഈ എംബ്രിയോ പിന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഭയങ്കരമായിട്ട് ഡിവിഷൻ ഒക്കെ നടന്നു, എംബ്രിയോ രൂപമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഇസ്തമസ് വഴി ഈ ഒരു സ്ഥലത്തേക്ക് പോകും. അടുത്ത പാർട്ട് ഏതാണ്? അടുത്ത പാർട്ട് ഏതാണ്? യൂട്രസ് ആണ് അല്ലെ? ഇൻവേർട്ടഡ് പിയർ ഷേപ്പിൽ കാണുന്ന നമ്മുടെ യൂട്രസ് ആണ്. യൂട്രസിന് എത്ര വോൾ ഉണ്ട് അല്ലെങ്കിൽ എത്ര ലെയേർഡ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 3 ലെയേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് മാത്രമല്ല, നമ്മളിപ്പോ യൂട്രസിന്റെ മുകളിൽ ഈ ഒരു ഭാഗം എടുത്തു നോക്കിയാൽ അത് എന്താണ്? അതിനെ പറയുന്നത് യൂട്രൈൻ ഫണ്ടസ് എന്നാണ്. എന്താണ് പറയുന്നത്? യൂട്രൈൻ ഫണ്ടസ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഇടയിൽ കുറച്ച് ക്യാവിറ്റി കാണുന്നില്ലേ? ഇതാ ഈ ഒരു സ്പേസ് കാണുന്നില്ലേ? അതിനെ എന്താണ് പറയുന്നത്? യൂട്രൈൻ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. യൂട്രൈൻ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്തുണ്ട്? 3 ലെയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 3 വാൾസ് ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ 3 ലെയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പെരിമെട്രിയം ഔട്ടർ ആയിട്ടുള്ള തിൻ ആയിട്ടുള്ള എപ്പിത്തീലിയം സെൽസ് കൊണ്ടുള്ള എന്തുണ്ട്? പെരിമെട്രിയം ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു മയോമെട്രിയം ഉണ്ട്. മയോമെട്രിയം എന്ന് പറയുമ്പോൾ അത് മസ്കുലാർ ആയിട്ടുള്ള റീജിയൻ ആണ്. സ്മൂത്ത് മസിൽസ് കൊണ്ടുള്ള നല്ല കട്ടിയുള്ള, ഓക്കെ, മയോമെട്രിയം ആണ് ശരിക്കും ഇതിൽ നല്ല വലിയ പാർട്ടായിട്ട് കാണുന്നത് അല്ലെ? നല്ല കട്ടിയുള്ള എന്തുണ്ട്? സ്മൂത്ത് മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള മയോമെട്രിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള ഈ ഒരു ഗ്ലാൻഡുലർ ആയിട്ടുള്ള റീജിയനെ നമ്മൾ എന്താ പറയാ? എൻഡോമെട്രിയം എന്നാണ് പറയാ. ഓക്കെ, ഇവിടെയാണ് എൻഡോമെട്രിയം റീജിയനിലാണ് എന്ത് നടക്കുന്നത്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. പിന്നെ സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നത്. മെൻസ്ട്രുവൽ സൈക്കിളിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? എൻഡോമെട്രിയത്തിലാണ്. ഇനി നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഈ മയോമെട്രിയം ആണ്. മയോമെട്രിയത്തിൽ എന്തുണ്ട്? സ്മൂത്ത് മസിൽസ് ഉണ്ട്. സ്മൂത്ത് മസിൽസിനെ ആര് ആക്ടിവേറ്റ് ആക്കുന്നുണ്ട്? ഓക്കെ, ഓക്സിഡോക്സ് ഒക്കെ വന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ആക്കിയിട്ട് അതെന്ത് നടക്കുന്നുണ്ട്? അതിന്റെ ഒരു കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ?
അപ്പം ആ റീജിയൻ എന്താണ്? മസ്കുലർ ആയിട്ടുള്ള റീജിയൻ ആണ്. അതിനുള്ളിലുള്ള എൻഡോമെട്രിയം എന്താണ്? ഗ്ലാൻഡുലർ ആയിട്ടുള്ള റീജിയൻ ആണ്. അവിടെയാണ് സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പെരിമീറ്റർ ഇതൊക്കെ കഴിഞ്ഞു, യൂട്രസ് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴെ ഒരു റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓക്കെ, സെർവിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂട്രസ് കഴിഞ്ഞ് താഴെയുള്ള റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? ഒരു താഴേക്ക് പോകുന്ന ആ ഒരു റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? സെർവിക്സ് എന്നാണ് പറയുന്നത്. ആ സെർവിക്സിന്റെ ഇവിടെ നമുക്കൊരു ഒരു ട്രാക്ട് അല്ലെങ്കിൽ ഒരു കനാൽ പോലെ ഇങ്ങനെ താഴേക്ക് കാണുന്നില്ലേ? അതിനെ എന്താണ് പറയുന്നത്? സെർവിക്കൽ കനാൽ അല്ലെങ്കിൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? വെജൈനയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾക്കൊണ്ടുള്ളതാണ്? ഏതൊക്കെ റീജിയൻ ആണ് കാണുന്നത്? മോൺസ് പിബിസ് കാണുന്നുണ്ട്, ലേബിയ മേജോറ, ലേബിയ മൈനോറ, പിന്നെന്താ ഹൈമൻ, ക്ലിറ്റോറിസ്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മോൺസ് പിബിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഷൻ ഓഫ് ഫ്ലാറ്റി ടിഷ്യൂസ്, കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂസ് ആണ് കവേർഡ് ബൈ സ്കിൻ ആൻഡ് പ്യൂബിക് ഹെയർ. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? പ്യൂബിക് ഹെയർ കാണാൻ പറ്റുക. ഓക്കെ, എവിടെയാണ്? മോൺസ് പിബിസിലാണ് പ്യൂബിക് ഹെയർ ഉണ്ടാവുക. അതൊരു കുഷൻ ഓഫ് ഫാറ്റി ടിഷ്യൂസ് ആണ്. ഓക്കെ, അത് ുള്ള ഭാഗമാണ് എന്ത്? ലേബിയ മേജോറ എന്ന് പറയുന്നത്. അത് ശരിക്കും ഫ്ലഷി ആയിട്ടുള്ള ഫോൾസ് ആണ്, ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്ന ഫോൾസ് ആണ് അത്. ഓക്കെ, അതെന്താണ്? ഫ്ലഷി ഫോൾസ് ആണ്. ഫ്ലഷി ഫോൾസ് ഓഫ് ടിഷ്യൂ ആണ്. എന്തിനാണ്? which extends down. ആ മോൺസ് പിബിസ് കഴിഞ്ഞ ആ റീജിയൻ മുതൽ എവിടം വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്? വെജൈനൽ ഓപ്പണിംഗ്, ആ ഒരു താഴെ ആ വെജൈനൽ ഓപ്പണിംഗ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലഷി ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് എന്ത്? ലേബിയ മേജോറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേബിയ മൈനോറ ഉണ്ട്. ലേബിയ മേജോറ കഴിഞ്ഞു, അതിന്റെ ഉള്ളിലായിട്ട് നമ്മളെ എന്തിനെ മാത്രം? ഈ ഒരു വെജൈനൽ ഓപ്പണിങ്ങിനെ മാത്രം ഒരു കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ലേബിയ മൈനോറയെ കാണാൻ പറ്റും. ഓക്കെ, ലേബിയ മൈനോറ ഇതുപോലെ തന്നെ പെയർ ഓഫ് ഫോൾഡ് ഓഫ് ടിഷ്യൂസ് ആണ്. ഓക്കെ, ഫോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അടപ്പ് പോലെയുള്ള ഒരു ടിഷ്യൂസ് ആണ് എന്ത്? ലേബിയ മൈനോറ എന്ന് പറയുന്നതും. ലേബിയ മേജോറിന്റെ ഉള്ളിലായിട്ട് വെജൈനയെ മാത്രം എന്ത് ചെയ്യുന്ന? കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എന്തിനെ നമുക്ക് കാണാൻ പറ്റുക? ലേബിയ മൈനോറയെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പിന്നെ നമ്മള് ഹൈമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് അല്ലെ? വെജൈനൽ ഓപ്പണിങ്ങിനെ അതിന്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു പാർഷ്യലി കവർ ചെയ്തുകൊണ്ട്, വെജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി അതിനുള്ളിൽ കവർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു മെംബ്രെയിൻ കാണാൻ പറ്റും. ആ ഒരു മെംബ്രെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈമൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? വെജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യലി കവർ ചെയ്തുകൊണ്ട് അതിനുള്ളിൽ കാണുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിന് നമ്മൾ എന്താ പറയാ? ഹൈമൻ എന്നാണ് പറയാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്. എവിടെയാണ് അത് കാണുന്നത്? ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ട്, ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ട് യുറീത്രൽ ഓപ്പണിങ്ങിന്റെ മോളിലായിട്ട്. ഓക്കെ, യുറീത്രൽ ഓപ്പണിങ്ങിന്റെ മോളിലായിട്ട് ലേബിയ മൈനോറയുടെ അപ്പർ ജംഗ്ഷനിലായിട്ടാണ് എന്ത് കാണുന്നത്? ക്ലിറ്റോറിസ് കാണുന്നത്. അപ്പൊ ലേബിയ മൈനോറയുടെ അപ്പർ ആണ്, അതുപോലെ തന്നെ യുറീത്രൽ ഓപ്പണിങ്ങിന്റെയും അപ്പർ പൊസിഷനിലായിട്ടാണ് എന്ത് കാണുന്നത്? ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ കാണുന്നത്. അപ്പൊ ഇനി നമ്മള് ഇതിലൊരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഹൈമൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഹൈമൻ എന്ന് പറഞ്ഞാല് നമ്മളൊരു സാധാരണ ഒരു തെറ്റിദ്ധാരണ പോലെ ഒരു ധാരണ ഉള്ളത് എന്താണെന്ന് വെച്ചാല്, ഈ ഹൈമൻ എന്താണ്? ഫസ്റ്റ് ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് നടക്കുന്ന സമയത്താണ് അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് എന്താണ്? ആ ഒരു കോമൺലി എല്ലാരും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? സത്യം പറഞ്ഞാൽ എന്തൊക്കെ കാരണം കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാം? ചിലപ്പോ ചിലർക്ക് അത് ഉണ്ടാവണമെന്നില്ല, ഒരു ഹൈമൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലർക്ക് അത് എന്തുണ്ടാവാം? എങ്ങനെ ഉണ്ടാവാം? പെട്ടെന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും എന്താണ്
എന്താ പറയാ ഒരു സഡൻ ഫോള്, അല്ലെങ്കിൽ നമ്മളിപ്പോ സ്പോർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, അങ്ങനെയുള്ള കുറെ കാരണങ്ങളുണ്ട്. പിന്നെ വെജൈനൽ ടാമ്പൻ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് ഈ ഒരു ഹൈമൻ ബ്രേക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് എന്തുകൊണ്ട് തന്നെ ആവണമെന്നില്ല, ഫസ്റ്റ് കോയിറ്റസിന്റെ സമയത്ത് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് ഇതിലുള്ള ഗ്ലാൻസ് നോക്കുമ്പോൾ ടെസ്റ്റസ് ഉണ്ട് കേട്ടോ, അല്ല ഓവറി ഉണ്ട് കേട്ടോ. ഓവറി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക്. പക്ഷെ അതല്ലാതെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഉള്ളത്, മാമറി ഗ്ലാൻസ് ആണുള്ളത്. ആക്സസറി ഗ്ലാൻസ് ആയിട്ട് നോക്കുമ്പോൾ മാമറി ഗ്ലാൻസ് ഉണ്ട്. മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ ഫീമെയിൽ മാമൽസിലും ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഗ്ലാൻഡ് ആണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരു പെയർഡ് സ്ട്രക്ചർ ആണ് അല്ലെ, ഒരു പെയർഡ് സ്ട്രക്ചർ ആണ്. പെയർഡ് സ്ട്രക്ചേഴ്സിന് എന്താ പറയുന്നത്, ബ്രസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള മാമറി ഗ്ലാൻസ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കാണാൻ പറ്റും. ഒരു മാമറി ഗ്ലാൻഡിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മെയ്ഡപ്പ് ഓഫ് എന്തുകൊണ്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കാണാൻ പറ്റും, പിന്നെ ഫാറ്റ് കാണാൻ പറ്റും. ഗ്ലാൻഡുലാർ ടിഷ്യൂസും പിന്നെ വാരിയബിൾ എമൗണ്ട് എന്ന് വെച്ചാൽ മാറാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫാറ്റും കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഫാറ്റും കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ഗ്ലാൻഡുലാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്ലാൻഡുലാർ ടിഷ്യൂനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം, മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ഗ്ലാൻഡുലാർ ടിഷ്യൂനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 15 to 20 മാമറി ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മള് ഗ്ലാൻഡുലാർ ടിഷ്യൂനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഓരോ ടിഷ്യൂന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, 15 to 20 ആയിട്ടുള്ള മാമറി ലോബ്സ് കാണാൻ പറ്റും. ഈ ഓരോ ലോബ്സിനെയും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഓരോ ലോബിന്റെ ഉള്ളിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസ് കാണാൻ പറ്റും. അതിനെന്താണ് പറയുന്നത്, ആൽവിയോളായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ മാമറി ലോബ്സിന്റെ ഉള്ളിൽ എന്ത് കാണാൻ പറ്റും, ക്ലസ്റ്റർ ഇതായിട്ട് ഇങ്ങനെ കുറേ സെൽസ് കാണാൻ പറ്റും. ആ ഒരു സെൽസിന് എന്താണ് പറയുന്നത്, ആൽവിയോളായി എന്നാണ് പറയുന്നത്. ഈ ആൽവിയോളായി ആണ് എന്ത് ചെയ്യുന്നത്, മിൽക്കിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അതിനിടയിലുള്ള ലൂമൻസ് അല്ലെങ്കിൽ ക്യാവിറ്റിയും ലൂമനും ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ ലൂമൻസ് അല്ലെങ്കിൽ ക്യാവിറ്റിയിൽ അത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആരാണ്, ആൽവിയോളായി ആണ്. ആൽവിയോളായി ആണ് എന്ത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, ആൽവിയോളായിലുള്ള ക്യാവിറ്റീസ്, അതിനെന്താ പറയുന്നത്, ലൂമൻസ്, അതിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ ഈ മാമറി ലോബ്സിൽ എന്തുണ്ട്, ആൽവിയോളൈസ് ഉണ്ട്. അവര് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ സ്റ്റോർ ചെയ്തു. ഇനിയിപ്പോ എന്ത് വേണം, ആവശ്യമുള്ളപ്പോ അത് നമുക്ക് കിട്ടണ്ടേ, അവിടെ കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു ട്രാക്റ്റിനെ അതിനെന്താണ്, ഏതൊക്കെയാണുള്ളത്, ഈ ഒരു ആൽവിയോളായി എന്ത് ചെയ്യും, ആൽവിയോളായി എന്തിലേക്ക് ഓപ്പൺ ചെയ്യും, അത് പിന്നെ മാമറി ട്യൂബ്യൂൾസ് ആയിട്ട് മാറും. ആൽവിയോളായി മാമറി ട്യൂബ്യൂൾസിലേക്ക് ഓപ്പൺ ചെയ്യും. ആൽവിയോളായി മാമറി ട്യൂബ്യൂൾസിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ മാമറി ട്യൂബ്യൂൾസ് എന്ത് ചെയ്യും, മാമറി ഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഈ മാമറി ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്തിട്ട് മാമറി ഡക്റ്റ് ആയിട്ട് മാറും. ആൽവിയോളായി മാമറി ട്യൂബ്യൂൾസിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ മാമറി ട്യൂബ്യൂൾസ് ഇങ്ങനെ കൂടിയിട്ട് എന്തായി, മാമറി ഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ മാമറി ഡക്ട്സ് കൂടിയിട്ട് എന്ത് ചെയ്തു, മാമറി ആംപ്യൂള ആയിട്ട് മാറി. ഓക്കെ, എന്ന് വെച്ചാല് ഭയങ്കര ചെറുതായിരുന്ന ആൽവിയോളായിൽ നിന്ന് എന്തായി, മിൽക്കിനെ മാമറി ട്യൂബ്യൂൾസിലേക്ക്, ആ ഒരു ട്യൂബ്യൂൾസും എന്താണ്, ചെറുതായിട്ടുള്ളതാണ്. അതിങ്ങനെ കൂടി അങ്ങനെ കുറെ മാമറി ട്യൂബ്യൂൾസ് കൂടി എന്തായി, കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു മാമറി ഡക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇങ്ങനെയുള്ള മാമറി ഡക്റ്റ് പിന്നെ എന്തായി, കുറെ മാമറി ഡക്റ്റ് കൂടി ചേർന്നിട്ട് കുറച്ചുകൂടി വലുതായിട്ടുള്ള ഒരു എന്തായി, മാമറി ആംപ്യൂള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറി. ഓക്കെ, ഈ ഒരു മാമറി ആംപ്യൂള പിന്നെ എങ്ങോട്ട് കണക്ട് ചെയ്തു, ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക്
കണക്ട് ചെയ്തു. മാമറി ആംപ്യൂള പിന്നീട് ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ആ ലാക്റ്റിഫറസ് ഡക്റ്റിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, മിൽക്കിനെ നമ്മൾ സക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്, ഗ്ലാൻഡുലാർ ടിഷ്യൂസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫാറ്റും കാണാൻ പറ്റും. ഗ്ലാൻഡുലാർ ടിഷ്യൂസും ഫാറ്റും എന്തിലുണ്ട്, നമ്മുടെ ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള എന്തുണ്ട്, ഗ്ലാൻഡുലാർ ടിഷ്യൂസിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മാമറി ലോബ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാമറി ലോബ്സ് ആയിട്ട് ഒരു 15 മുതൽ 20 വരെ മാമറി ലോബ്സ് ആയിട്ട് ഗ്ലാൻഡുലാർ ടിഷ്യൂസിനെ തിരിച്ചിട്ടുണ്ട്. ഈ മാമറി ലോബ്സിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിനുള്ളിൽ ആൽവിയോളൈസിനെ കാണാൻ പറ്റും. ഓക്കെ, ആൽവിയോളൈനെ കാണാൻ പറ്റും. ഈ ആൽവിയോളൈ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ഡെക്സ് ആയിട്ട് മാറിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ, മാമറി ട്യൂബ്യൂൾസ് ആയിട്ട് മാറും. ഈ ട്യൂബ്യൂൾസ് കൂടിയിട്ട് മാമറി ഡക്റ്റ് ആയിട്ട് മാറും. മാമറി ഡക്റ്റ് പിന്നീട് അതും കൂടി ചേർന്നിട്ട് എന്താവും, മാമറി ആംപ്യൂള ആയിട്ട് മാറും. അവസാനം എന്താണ്, ലാക്റ്റിഫറസ് ഡക്റ്റ് അതിലെത്തും. ലാക്റ്റിഫറസ് ഡക്റ്റ് ആണത് ഈ കാണുന്ന ഡക്ട്സ്. അങ്ങനെ അതിൽ നിന്ന് പിന്നീട് എങ്ങോട്ട് പോകും, ആ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ നിപ്പിൾ എന്നാണ് പറയുന്നത് അല്ലെ, അതിലൂടെ നമ്മൾ സക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും അല്ലെ. പിന്നെ ആ ഒരു റീജിയനില്, നമ്മളെ ആ നിപ്പിളിന്റെ ആ ഒരു റീജിയനിൽ കുറച്ചുകൂടി ഡാർക്കൻ ചെയ്തിട്ടുള്ള ഒരു റീജിയൻ കാണാൻ പറ്റും. അതിനെ നമുക്ക് എന്താ പറയാ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, നമ്മുടെ ആൽവിയോളയിൽ നിന്ന് മാമറി ട്യൂബ്യൂൾസ് കൂടി ചേർന്ന് എന്തുണ്ടാവും, ഡക്ട്സ് ഉണ്ടാവും. ഡക്ട്സ് കൂടി ചേർന്ന് മാമറി ആംപ്യൂള ഉണ്ടാവും. ഈ മാമറി ആംപ്യൂള എങ്ങോട്ട് ആണ് ജോയിൻ ചെയ്യുന്നത്, ലാക്റ്റിഫറസ് ഡക്റ്റിലേക്കാണ് ജോയിൻ ചെയ്തത്. നിപ്പിൾ ത്രൂ അത് പുറത്തേക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാമറ്റോജെനസിസ് ആണ്. ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് അല്ലെ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്ട്രക്ചേഴ്സ് മുഴുവൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഗ്യാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏത് പറയാ, സ്പെർമാറ്റോജെനസിസ് പറയാം. നമുക്ക് 2 സ്റ്റെപ്പ് ആയിട്ട് പറയാനാണെങ്കിൽ എങ്ങനെ പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടം വരെ, സ്പെർമാറ്റിഡ്സിന്റെ ഫോർമേഷൻ വരെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ കുറെ ഫേസസ് നമുക്ക് കാണാൻ പറ്റും. എന്ത് ഫേസ് കാണാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കാണാൻ പറ്റും, ഗ്രോത്ത് ഫേസ് കാണാൻ പറ്റും, പിന്നെ എന്താണ്, മെച്ചുറേഷൻ ഫേസും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാല് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളില് എന്തുണ്ട്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് മെയിൽ ജേം സെൽസ് കാണുന്നത് അല്ലെ. ഈ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ത് ചെയ്യും, അവര് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തും. അവരെന്ത് നടത്തും, മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തും. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ എന്താണ്, അവരുടെ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ഗ്രോത്ത് ഫേസ് ആണ്. ഗ്രോത്ത് ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ സ്പെർമറ്റോഗോണിയ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ സ്പെർമറ്റോഗോണിയും നമുക്ക് ഈ സ്പേം ആയിട്ട് മാറുന്നുണ്ടോ, ഇല്ല. ഓക്കെ, സ്പെർമറ്റോഗോണിയിൽ നിന്ന് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്ന ആ ഒരു സെൽസ് മാത്രമേ എന്താവുന്നുള്ളൂ, സ്പേം ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ എല്ലാ സ്പെർമറ്റോഗോണിയും എന്താവുന്നില്ല, സ്പേം അല്ലെങ്കിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നില്ല. അപ്പൊ സ്പെർമറ്റോഗോണിയ എന്ത് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്തായി, മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി ഇങ്ങനെ നമ്പർ കൂട്ടി. അതിൽ ചില സ്പെർമറ്റോഗോണി എന്ത് ചെയ്തു, അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്തു, അവര് ഗ്രോ ചെയ്തിട്ട് എന്തായിട്ട് മാറി, അവര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറി. ഓക്കെ, അതിൽ ചില സ്പെർമറ്റോഗോണിയ എന്തായിട്ട് സൈസ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറി. അതിനെയാണ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അപ്പം എന്ത് സ്റ്റേജിലാണ്, അത് ഡിപ്ലോയിഡ് ആണ്. 46 അവർക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് എന്താണ്, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് അപ്പം ഡിപ്ലോയിഡ് സ്റ്റേജിലാണുള്ളത്. അവർക്ക് 46 ക്രോമസോംസ് കാണുന്നുണ്ട് അവരിൽ. ഇനി ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് 1 ലാസ്റ്റ് ഫേസ് ഏതാണ്, മെച്ചുറേഷൻ ഫേസ് ആണ്.
ഇതിലെന്ന് പറയുമ്പോൾ നമ്മളെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് കിടക്കുന്ന അതില്ലേ, അവിടെയാണ് ശരിക്കും എന്ത് നടക്കുന്നത്? ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ഫസ്റ്റ് എന്ത് ാണ് ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? പ്രൈമറി സ്പെർമറ്റോസൈറ്റിനാണ് ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. മെയോട്ടിക് ഡിവിഷൻ എന്താണ്? അത് റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ? റിഡക്ഷൻ ഡിവിഷൻ ആണ്. അപ്പം അതിൽ നിന്ന് ഉണ്ടാകുന്നത് എന്താണ്? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആണ് അതിൽ നിന്ന് ഉണ്ടാവുന്നത്. ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടായി? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടായി അല്ലെ? പക്ഷേ അതിൽ നിന്നുണ്ടാവുന്ന സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഉള്ളതാണ് ഉണ്ടാവുന്നത് കേട്ടോ. ആയിട്ട് എന്തായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുള്ള രണ്ട് ഈക്വൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവർ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അവർക്ക് 23 ക്രോമസോംസേ ഉള്ളൂ. ഹാപ്ലോയിഡ് ആണ്. ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ അവിടെ എന്ത് ചെയ്തു? നടന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിന് എന്ത് നടക്കും? സെക്കൻഡ് മെയോട്ടിക് ഡിവിഷൻ നടക്കും. എന്നിട്ട് എന്തുണ്ടാവും? 4 ഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ഉണ്ടാവും. 4 ഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് ഉണ്ടാവും. എന്താണ് ഉണ്ടാകുന്നത്? 4 ഈക്വൽ ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്തു കഴിഞ്ഞു. അതാണ് നമ്മുടെ എന്ത്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? സ്പെർമിയോജെനസിസ് ആണ്. ഓക്കെ, സ്പെർമിയോജെനസിസ് ആണ്. ഇപ്പൊ സ്പെർമിയോജെനസിസ് എന്താണ്? സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞാല് ഈ ഒരു സ്പെർമാറ്റിഡ്സിൽ നിന്ന് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയസ് എന്താണ്? formation of nucleus into head, acrosome formation നടക്കുന്നുണ്ട്, cytoplasm lose ചെയ്യുന്നുണ്ട്, formation of tail. ഓക്കെ, അങ്ങനെയുള്ള കുറെ എന്ത് ചെയ്യും? മാറ്റങ്ങളൊക്കെ നടന്നിട്ട് എന്തായിട്ട് മാറും? സ്പേം ആയിട്ട് മാറും. ആ പ്രോസസ്സിന്റെ പേരെന്താണ്? സ്പെർമിയോജെനസിസ്. ഇനി സ്പെർമിയോജെനസിസ് കഴിഞ്ഞിട്ട് സ്പേം എങ്ങോട്ടാ പോവുക? അത് സെർട്ടോളി സെൽസിൽ അങ്ങോട്ട് എംബഡ് ചെയ്ത് കിടക്കും. എന്ത് ചെയ്യും? സെർട്ടോളി സെൽസിൽ അങ്ങോട്ട് എംബഡ് ചെയ്ത് കിടക്കും. എന്തിനാണ്? ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? സെർട്ടോളി സെൽസ് ആണ് അല്ലെ? അപ്പൊ അതിൽ അങ്ങോട്ട് എംബഡ് ചെയ്ത് കിടക്കും. ഓക്കെ, ഫൈനലി ഈ ഒരു സെർട്ടോളി സെൽസിൽ നിന്ന് പിന്നീട് അത് ട്രാവൽ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സെർട്ടോളി സെൽസിൽ നിന്ന് അത് റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഒരു പേര് പറയും. എന്താണ്? സ്പെർമിയേഷൻ. എന്താണ്? സ്പെർമിയേഷൻ എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ 3 ടേം നോക്കി. എന്താണ്? ഒന്ന് എന്താണ്? സ്പെർമറ്റോജെനസിസ്. സ്പെർമറ്റോജെനസിസ് ഉണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഇവിടെ ഏത് കണ്ടോ? സ്പെർമിയോജെനസിസ് കണ്ടു. അപ്പുറത്ത് എന്ത് കണ്ടു? സ്പെർമിയേഷൻ കണ്ടു. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മൂന്ന് കേൾക്കാൻ ഏകദേശം ഒരുപോലെ ഇല്ലേ? എന്താണ്? സ്പെർമറ്റോജെനസിസ്, സ്പെർമിയോജെനസിസ്, സ്പെർമിയേഷൻ. മൂന്നും ഒരുപോലെ ഉണ്ട് അല്ലെ കേൾക്കാൻ? അപ്പൊ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയോ? ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ സ്പേമിന്റെ ഫോർമേഷൻ എന്ന് വെച്ചാൽ മുതൽ ആ ലാസ്റ്റ് വരെ സ്പേം ആവുന്നത് വരെയുള്ള ആ ഒരു ഫോർമേഷന് നമ്മൾ എന്താ പറയുക? സ്പെർമറ്റോജെനസിസ് എന്നാണ് പറയുക. ഓക്കെ, സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമിയോജെനസിസ് എന്ന് പറയുന്നത് എന്താണ്? സ്പെർമാറ്റിഡ്സിൽ നിന്ന് സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആവുന്നതിനെ നമ്മൾ എന്താ പറയാ? സ്പെർമിയോജെനസിസ് എന്നാണ് പറയാ. ഇനി സ്പേം ആയി കഴിഞ്ഞു, അത് സെർട്ടോളി സെൽസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ആ സെർട്ടോളി സെൽസ് അതിനെ റിലീസ് ചെയ്ത് അതിന് പോകുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയാ? സ്പെർമിയേഷൻ എന്നാണ് പറയാ. ഇതാണ് അതിന്റെ എന്ത്? ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ എങ്ങനെയാണ് വരുന്നത്? പ്യൂബർട്ടി ആവുമ്പോ, പ്യൂബർട്ടിന്റെ സമയത്ത് എന്ത് പറ്റും?
നമ്മളെ സ്പെർമറ്റോഗോണി ഇങ്ങനെ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് ഒരുപാട് ഡിവൈഡ് ചെയ്യും അല്ലെ. അതിൽ ഏതെങ്കിലും ഒക്കെ സെൽ എന്താവും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും അല്ലെ. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്തുണ്ടാവും? ഫസ്റ്റ് മയോട്ടിക് ഡിവിഷൻ നടക്കും. ഫസ്റ്റ് മയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തുണ്ടാവും? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സിന് സെക്കൻഡ് മയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? സ്പെർമാറ്റിഡ്സ് മാറും. അത് നോക്കിയ സ്പെർമാറ്റിഡ്സും നമ്മുടെ സ്പേം അല്ലെങ്കിൽ ഓവവും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? ഫസ്റ്റിലുള്ളത് എന്താണ്? സാധാ ഒരു സെല്ല് പോലെ ഉണ്ട്. സ്പേം എന്ന് പറയുമ്പോഴോ ഒരു ഡിഫറെന്റ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു സ്പെർമാറ്റിഡ്സിൽ നിന്ന് ഈ ഒരു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആയിട്ട് മാറാനുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് ആണ് എന്ത്? സ്പെർമിയോജെനസിസ്. ഓക്കെ, ഇനി ഈ ഒരു ഇതിന്റെ ഹോർമോണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മളെ പ്യൂബർട്ടി ആവുമ്പോൾ മെയിൽസിൽ എന്ത് പറ്റുന്ന വെച്ചാല് പ്യൂബർട്ടി ഹൈപ്പോതലാമസിൽ നിന്ന് എന്തുണ്ടാവും? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്, GnRH എന്ന് പറയുന്നത് എന്താ നമുക്കറിയാലോ. എന്താണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ആണ്. അവരുടെ റിലീസ്, ആ ഒരു ഹോർമോണിന്റെ റിലീസ് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോ എന്താണ് ഉണ്ടാവുക? ഗൊണാഡോട്രോപ്പിൻസിന്റെ റിലീസ് കാരണമാവും അല്ലെ. ഗൊണാഡോട്രോപ്പിൻസ് ആരാണ്? എവിടെ നിന്നാണ്? അഡിനോഹൈപ്പോഫൈസിസ് അല്ലെ. അഡിനോഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന റീജിയനിൽ ഇപ്പോ പിറ്റ്യൂട്ടറിന്റെ അഡിനോഹൈപ്പോഫൈസിസിലുള്ള ആന്റീരിയർ പിറ്റ്യൂട്ടറി റീജിയനിൽ നിന്നും എന്തുണ്ടാവും? FSH ഉം LH ഉം എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. കുറെ ഇങ്ങനെ അതിന്റെ റിലീസ് നടക്കും. എന്ന് വെച്ചാൽ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയും എന്താണ് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെയും LH ന്റെയും എന്താണ് കൂടുതലായിട്ടുള്ള റിലീസ് നടക്കും. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഇവരെന്താണ് ചെയ്യുന്നത്? ഈ LH എന്ത് ചെയ്യുന്ന വെച്ചാല് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഇല്ലേ, ലേഡിക് സെൽസ്, ഇന്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ചെയ്തിട്ട് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അവർ ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. ഓക്കെ, എന്താണ്? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ ആൻഡ്രോജൻ സെക്രീഷൻ, ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. ഈ ആൻഡ്രോജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? എന്താണ് ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സ്പെർമറ്റോജെനസിസിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ആരാണ്? ഈ ഒരു ആൻഡ്രോജൻസിനെയാണ് അല്ലെ. പിന്നെ നമ്മുടെ FSH എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്യും. സെർട്ടോളി സെൽസിൽ ആക്ട് ചെയ്തിട്ട് അന്നേരം എന്ത് ചെയ്യും? കുറച്ച് ഹോർമോൺസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യും. ഈ ഒരു ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് നടക്കുന്നത്? സ്പെർമിയോജെനസിസ്. സെർട്ടോളി സെൽസിൽ നിന്ന് സ്പേംസ് എന്ത് ചെയ്യുന്നത്? ഡിറ്റാച്ച് ചെയ്ത് പോകുന്നത്. ആ ഒരു പ്രോസസ്സ് നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? FSH ആണ്. സ്പെർമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഓഫ് സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യും. അതിന്റെ കാരണത്തിൽ എന്തുണ്ടാവും? ഗൊണാഡോട്രോപ്പിൻസിന്റെ അളവ് കൂടും. അതാണ് എന്തിന് കാരണമാവുന്നത്? പ്യൂബർട്ടിയിൽ ഈ ഒരു സ്പെർമറ്റോജെനസിസ് തുടങ്ങാനുള്ള കാരണമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ സ്പേമിന്റെ സ്ട്രക്ചർ നോക്കുവാണ്. എന്തൊക്കെയാണ് നമ്മളൊരു സ്പേം? ഇതാണ് നമ്മുടെ ഹ്യൂമൻ സ്പേം എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണുന്നത് അല്ലെ. ഈ ഒരു സ്പേമിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത്? ഒരു ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻസ് കാണുന്നുണ്ട്. പിന്നെ മൊത്തമായിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കവറിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹെഡ് നോക്കുവാണ്. ഈ ഒരു റീജിയൻ ഈ ഒരു റീജിയനെ നമ്മൾ എന്താണ് പറയുന്നത്? ഹെഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു റീജിയനെയാണ് നമ്മൾ നെക്ക് എന്ന്, ആ ഒരു റീജിയനെ മാത്രമാണ് നെക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഈ ഒരു റീജിയനെ നമ്മൾ മിഡിൽ പീസ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മൊത്തം എന്താണ്? ടെയിലാണ്. അപ്പൊ നമ്മള് പ്ലാസ്മ മെംബ്രെയിൻ കൊണ്ടുള്ള ഒരു കവറിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഹെഡ്
എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെഡിന്റെ ഏറ്റവും ആന്റീരിയർ പോർഷനിലായിട്ട് നമുക്ക് ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട് അല്ലെ, ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, അക്രോസം എന്നാണ് പറയുന്നത്. അതിൽ കുറെ എൻസൈംസ് ഒക്കെ കാണുന്നുണ്ട്. എന്തിനാണ് ആ എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ആണ് അതിൽ അക്രോസോമിൽ കാണുന്നത്. മാത്രമല്ല അക്രോസോം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഓവത്തിന്റെ വാൾസ് ഇല്ലേ, അല്ലെങ്കിൽ അവന് കുറെ വാൾസ് ഇല്ലേ, അതിനെയൊക്കെ ഇതാക്കിയിട്ട് ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു അക്രോസോം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ന്യൂക്ലിയസ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ ന്യൂക്ലിയസിലാണ് എന്ത് കാണുന്നത്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഇത് കാണുന്നത്. ഹാപ്ലോയിഡ് ആയിട്ടുള്ളതായിരിക്കും കാണുന്നത്. ഓക്കെ, ഹെഡില് ന്യൂക്ലിയസ് ഉണ്ട്, ക്രോമസോമൽ മെറ്റീരിയൽസ് ഉണ്ട്, ഹാപ്ലോയിഡ് നമ്പർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്ക് ഉണ്ട്, നെക്ക് കഴിഞ്ഞിട്ട് എന്നിട്ട് മിഡിൽ പീസ് ഉണ്ട്. മിഡിൽ പീസിൽ എന്ത് കാണുന്നുണ്ട്? മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? പവർ ഹൗസ് അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറയുന്നത്. എന്തിനാണ്? അവരാണ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സെൽസിന് അല്ലെ. ഇവിടെയും ആ അതേ ഉദ്ദേശത്തോടെ തന്നെയാണ് മൈറ്റോകോൺട്രിയ ഉള്ളത്. അവരാണ് ഈ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ടെയിൽ ഉണ്ട്. ടെയിൽ എന്തിനാണ്? ആ ഒരു മൂവ്മെന്റ്, ആ ഒരു വിഗ്ലിംഗ് മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ. ഹെഡ് ഉണ്ട്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ആന്റീരിയർ പോർഷനിൽ ക്യാപ്ലൈക്ക് ആയിട്ടുള്ള അക്രോസോം കാണുന്നുണ്ട്. അക്രോസോംസിൽ എൻസൈംസ് കാണുന്നുണ്ട്. ഹൈലറോണിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈംസ് കാണുന്നുണ്ട്. അവര് എന്തിനാണ്? ഓവത്തിന്റെ ഫെർട്ടിലൈസേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. മാത്രമല്ല അവര് ആ ഒരു ഓവത്തിന്റെ വോളിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറാനും ആരാണ്? അക്രോസോം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. മിഡിൽ പീസ് എന്ന് പറഞ്ഞാൽ കുറെ മൈറ്റോകോൺട്രിയ കാണുന്നുണ്ട്. പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് നമ്മൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ ഫെർട്ടിലൈസേഷന് മോട്ടിലിറ്റി അത്യാവശ്യമാണ് അല്ലെ. ആ ഒരു മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ടെയിലാണ്. ഒരു ഹ്യൂമൻ മെയിലിനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 മുതൽ 300 വരെ മില്യൺ സ്പേമിന് ഓക്കെ 200 മുതൽ 300 വരെ മില്യൺ സ്പേംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോയിറ്റസ് അല്ലെങ്കിൽ ഒരു ഇന്റർകോഴ്സിന്റെ സമയത്ത് നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളൊക്കെ, നോർമൽ ഫെർട്ടിലിറ്റി ഉള്ള ഒരാള് 200 മുതൽ 300 മില്യൺ സ്പേമിനെ ഒരു കോയിറ്റസിന്റെ സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു 60% എന്തായിരിക്കും? നോർമൽ ഷേപ്പും സൈസും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. നോർമൽ സൈസ് ഒക്കെ ഉള്ള സ്പേംസ് ആയിരിക്കും. അതിലൊരു 40% എന്തായിരിക്കും? 40% ഉള്ള സ്പേംസിന് നല്ല വിഗ്രസ് ആയിട്ടുള്ള മോട്ടിലിറ്റിയും ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? oogenesis. oogenesis എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് മെച്യൂർ ഫീമെയിൽ ഗമീറ്റ് അല്ലെ. മെച്യൂർ ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ oogenesis എന്ന് പറയുന്നത്. ഈ oogenesisഉം ഒരു സ്പെർമറ്റോജനസിസും തമ്മിലുള്ള മെയിൻ ഫസ്റ്റ് ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? oogenesis എവിടെ തുടങ്ങും? പ്യൂബേർട്ടിയിലല്ല തുടങ്ങുന്നത്, എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തുടങ്ങും. ഓക്കെ, നമ്മുടെ സ്പെർമറ്റോജനസിന്റെ കാര്യത്തിൽ പറഞ്ഞു അത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴാണ് മെയിൽസിൽ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു ഫീമെയിൽ ചൈൽഡ് അതിന്റെ മദറിന്റെ എന്താണ് അവരുടെ ഇതില് വയറ്റില് ആ ഒരു യൂട്രസിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് തന്നെ, എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? അതിന്റെ oogenesisന്റെ ആ ഒരു തുടങ്ങി വെക്കും. ആ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ അവർക്ക് എന്തുണ്ടാവും? couple of million of gamete mother cells ഉണ്ടാവും. oogonia എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഫീറ്റസിന്റെ എന്ന് വെച്ചാൽ ആ ഫീമെയിൽ ചൈൽഡ് ഫീറ്റസ് ആയിരിക്കുമ്പോ ഉള്ളില് മദറിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ എന്തുണ്ടാവും? oogonia, million of oogonias അവർക്ക് ഉണ്ടാവും. ഈ oogonia എന്താണ്? ബർത്തിന് ശേഷം അവർക്ക് oogonia ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്ത് ഇതാവുന്നില്ല. ഇവര് ആ ഒരു അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഫീമെയിൽ ഫീറ്റസ് എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കുമ്പോൾ തന്നെ എന്ത് നടക്കും? അവരുടെ oogonionന്റെ ഡിവിഷൻ അങ്ങോട്ട് തുടങ്ങി വെക്കും. oogonionന്റെ ഡിവിഷൻ തുടങ്ങി വെക്കും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അവരത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ തുടങ്ങി വെക്കുമ്പോ ഏത് സ്റ്റേജിൽ എത്തുമ്പോ
പ്രോഫേസ് 1 എത്തുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് അവിടെ ഉണ്ടാവും. ഫീമെയിൽ ചൈൽഡ് ആ ഒരു ചൈൽഡ് ഫീറ്റസ് ആയിട്ട് അതിന്റെ മദറിന്റെ വോംബിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് നടക്കും? ഡിവിഷൻ തുടങ്ങും. ഓക്കെ, പക്ഷെ എന്ത് നടക്കുന്നില്ല, ഫുൾ ഡിവിഷൻ നടക്കുന്നില്ല. പ്രോഫേസ് 1 ആ ഒരു ഡിവിഷൻ അവിടെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകും. ഓക്കെ, അതിനെ നമ്മൾ ആ ഒരു ഡിവിഷൻ നടക്കാതെ തന്നെ നമ്മൾ അതിന് എന്ത് പറയും? പ്രൈമറി ഊസൈറ്റ്സ് എന്ന് പറയും. ഊഗോണിയയിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട്? പ്രൈമറി ഊസൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ പ്രൈമറി ഊസൈറ്റ്സ് പിന്നെ എന്ത് ചെയ്യും? പിന്നെ അതിങ്ങനെ പോകുന്നതിന്റെ അനുസരിച്ച് എന്താവും? ഗ്രാനുലോസ സെൽസ് കൊണ്ട് കവർ ചെയ്യപ്പെടും. അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയാ. ഓക്കെ, ഗ്രാനുലോസ ലെയർ കൊണ്ട് കവർ ചെയ്യപ്പെടും. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിട്ട് മാറും. ഓക്കെ, ആ പ്രൈമറി ഫോളിക്കിളിന്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രൈമറി ഊസൈറ്റ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈമറി ഫോളിക്കിൾ അല്ലെങ്കിൽ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലുള്ള ആ ഒരു എന്തായും ആ ഒരു സ്റ്റേജിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ബർത്ത് നടക്കുന്നതും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നവരെ ആ ഒരു സ്റ്റേജിലാണ് അത് കിടക്കുന്നത്. അപ്പൊ പ്യൂബർട്ടി എത്തുന്നത് വരെ ചിലത് എന്ത് ചെയ്യും? ഈ പ്രൈമറി ഫോളിക്കിൾ ഡീജനറേറ്റ് ഒക്കെ ചെയ്തു പോകും. ഓക്കെ, ബാക്കി പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിലില് എത്ര പ്രൈമറി ഫോളിക്കിൾ കാണുന്നുണ്ട്, ആ ഒരു സ്റ്റേജിലുള്ളത് കാണുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 60,000 മുതൽ 80,000 വരെയുള്ള പ്രൈമറി ഫോളിക്കിൾ മാത്രമേ എന്തിൽ കാണുന്നുള്ളൂ? ഒരു പ്യൂബർട്ടി എത്തിയിട്ടുള്ള ഒരു ഫിമെയിൽ അല്ലെങ്കിൽ ചൈൽഡില് കാണുന്നുള്ളൂ. പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ അവർക്ക് ഇത്രേ ഉണ്ടാവുന്നുള്ളൂ. അതിനിടയിൽ പ്രൈമറി ഫോളിക്കിൾ മുമ്പേ ആയി കഴിഞ്ഞു, ബർത്ത് കഴിഞ്ഞു, അതിനിടയിൽ പ്യൂബർട്ടി ആവുന്നവരെയുള്ള ആ ഒരു സ്റ്റേജിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ഡീജനറേറ്റ് ചെയ്ത് കുറേ പോയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് നടക്കും എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ പ്രൈമറി ഫോളിക്കിൾ ഗ്രാനുലോസ ലെയർ കൊണ്ട് ഈ ഒരു പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്തിട്ടാണ് പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ ഒരു പ്രൈമറി ഫോളിക്കിളിന് എന്ത് ചെയ്യും? കുറേയും കൂടി ഗ്രാനുലോസ സെൽസ് വന്നങ്ങോട്ട് കവർ ചെയ്യും. പിന്നെ എന്താണ്? ഒരു ന്യൂതീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാനുലോസ സെൽസ് കൊണ്ട് കവർ ചെയ്യും, കുറെ ഗ്രാനുലോസ സെൽസ് കൊണ്ടും കവർ ചെയ്യും. അതുപോലെ തന്നെ തീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ്ങും കൂടി അതിന് എന്ത് വരും? അഡീഷണൽ ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. അങ്ങനെ തീക്ക ലെയർ കൂടി അഡീഷണൽ ആയിട്ട് കവറിങ് വന്നിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി ഫോളിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞു, ഗ്രാനുലോസ സെൽസും കുറെ കൂടി ആഡ് ചെയ്തു, പുതിയതായിട്ട് ഒരു തീക്ക എന്ന് പറയുന്ന ഒരു ലെയറും കൂടി ആഡ് ചെയ്തു, എന്നിട്ട് അവരെന്തായി? സെക്കൻഡറി ഫോളിക്കിൾസ് ആയി. ഈ സെക്കൻഡറി ഫോളിക്കിൾസ് എന്ത് ചെയ്യും? പിന്നീട് ടേർഷ്യറി ഫോളിക്കിൾസ് ആയിട്ട് മാറും. ടേർഷ്യറി ഫോളിക്കിൾസ് ആവുമ്പോൾ മാറ്റം ഉണ്ടാവുന്നത് എന്തിനു മാത്രമാണ്? ആ ഒരു ലെയറിന് മാത്രമേ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ഒരു ക്യാവിറ്റിയും കൂടി വരും, കുറച്ചുകൂടി തീക്ക ലെയറും കൂടി ആഡ് ചെയ്യും, അതിനിടയിൽ ഒരു ക്യാവിറ്റി കൂടി വരും, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി, ആൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരും. തീക്ക ലെയർ കുറച്ചുകൂടി കട്ടി ഇതൊക്കെ ആയിട്ട് അതിനെ ഇന്നർ തീക്ക, ഇന്നറിലുള്ളത് ഇന്റേണ എന്നും ഔട്ടറിലുള്ള തീക്കേനെ എക്സ്റ്റേണ എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ടായിട്ട് തിരിക്കാൻ അത്ര ഇതൊക്കെ ആയിട്ട് തീക്ക ലെയർ മാറും. പിന്നെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ആൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി പറ്റും. ഓക്കെ, അങ്ങനെ സെക്കൻഡറി ഫോളിക്കിൾ ടേർഷ്യറി ഫോളിക്കിൾ ആയിട്ട് മാറി അല്ലെ. ടേർഷ്യറി ഫോളിക്കിൾ ആവുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത്? സെക്കൻഡറി ഫോളിക്കിൾ ആയപ്പോൾ അതിന് തീക്ക എന്ന് പറഞ്ഞുള്ള ഒരു ലെയർ വന്നു. ടേർഷ്യറി ഫോളിക്കിൾ ആകുമ്പോഴത്തേക്കും ആ തീക്ക തന്നെ നല്ലോണം വലുതായി അതിന് ഇന്റേണലി അതിനെ ഇന്റേണ എന്നും, ഉള്ളിലുള്ള തീക്കേനെ ഇന്റേണ എന്നും പുറത്തുള്ള തീക്കേനെ എക്സ്റ്റേണ എന്നും പറഞ്ഞു. പിന്നെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി, ആൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി പ്രസന്റ് ആവാൻ തുടങ്ങി. ടേർഷ്യറി ഫോളിക്കിൾ ആയി അത്. ഈ ടേർഷ്യറി ഫോളിക്കിൾ ആയി കിടക്കുന്ന സമയത്താണ് വേറൊരു ഉണ്ടാവുന്നത്. എന്താണ്? ഈ ടേർഷ്യറി ഫോളിക്കിളിന്റെ ഉള്ളിലുള്ള പ്രൈമറി ഊസൈറ്റിന് ഇപ്പോഴും ഒന്നും പറ്റിയിട്ടില്ല. അത് ഇപ്പോഴും ഏത് സ്റ്റേജിലാണ് കിടക്കുന്നത്? പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് കിടക്കുന്നത്. ഈ ഒരു ടേർഷ്യറി ഫോളിക്കിളിന്റെ സ്റ്റേജിൽ എന്ത് ചെയ്യും? ആ സെല്ലൊക്കെ ഒന്ന് വികസിച്ചിട്ട് ആ
ഫസ്റ്റ് എന്താണ് മെയോട്ടിക് ഡിവിഷൻ ഇല്ലേ, ആ ഒരു ഡിവിഷൻ അവിടെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അല്ലെ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ ഡിവിഷൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷൻ അവർ ടേർഷ്യറി ഫോളിക്കിളിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്താലും അതിലുണ്ടാവുന്ന ആൾക്കാർ, അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഡോട്ടർ സെൽസ് എങ്ങനെയാണ് അത് ആലോചിച്ച് വെക്കേണ്ടതാണ്. അവര് അൺഈക്വൽ ഡിവിഷൻ ആണ് നടത്തുന്നത്. ഓക്കെ, അൺഈക്വൽ ഡിവിഷൻ ആണ് നടത്തുന്നത്. നമുക്ക് എന്തുണ്ടാവുന്നില്ല, ഒരു പ്രൈമറി എന്താണ് oocyte നിന്ന് എന്താണ് രണ്ട് സെക്കൻഡറി oocyte ഉണ്ടാവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി oocyte അല്ലെങ്കിൽ ഊഗോണിയയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവുന്നില്ല, ഏറ്റവും അവസാനം 4 ഓവം നമുക്ക് വേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 കുട്ടികളായി അങ്ങനെയല്ലേ പോവാ, അങ്ങനെ വേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ എന്തേ ഉണ്ടാവുന്നുള്ളൂ, ഒരു ഊഗോണിയത്തിൽ നിന്നും ഒരൊറ്റ ഓവ മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫസ്റ്റ് മെയോട്ടിക് ഡിവിഷനിൽ അൺഈക്വൽ ഡിവിഷൻ നടത്തും. അൺഈക്വൽ ഡിവിഷൻ നടത്തിയിട്ട് എന്തുണ്ടാവും, ഒരു ലാർജ് ആയിട്ടുള്ള ഹാപ്ലോയിഡ്, മെയോട്ടിക് ഡിവിഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ആളായിരിക്കും എന്തുണ്ടാവുക, പ്രൈമറി oocyte എന്താണ്, ഡിപ്ലോയിഡ് സ്റ്റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. കാരണം അവർക്ക് എന്ത് പറ്റിയിട്ടില്ല, ഡിവിഷൻ നടന്നിട്ടില്ല. അപ്പം മെയോട്ടിക് ഡിവിഷൻ നടന്നു, സെക്കൻഡറി oocyte എന്തായി, ഹാപ്ലോയിഡ് ഫോമിലാണ് ഉണ്ടാവുന്നത്. സെക്കൻഡറി oocyte ഉണ്ടാവും. അതുപോലെ തന്നെ ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത് എവിടെയാണ്, എവിടെയാണ്. ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. ആ പോളാർ ബോഡിക്ക് സൈറ്റോപ്ലാസം ഒന്നും കൊടുത്തിട്ടില്ല. സൈറ്റോപ്ലാസം ഇതൊക്കെ മെയിൻലി ആരെടുത്തു, ആര് റിസർവ് ചെയ്ത് വെച്ചു, സെക്കൻഡറി oocyte. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് പോർഷൻ അതിന് എന്തായി, ഒരു പോളാർ ബോഡി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതായിട്ട് അത് പോയി. അപ്പം ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടായി, ഒരു സെക്കൻഡറി oocyte ഉണ്ടായി. ഈ സെക്കൻഡറി oocyte പിന്നെ എന്താണ്, അതിന് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്യാനുള്ളതിലൊക്കെ എത്തും. പക്ഷെ എന്താണ്, അവര് വീണ്ടും അവിടെ നിന്ന് ഒന്നും ചെയ്യുന്നില്ല, അവിടുന്ന് ഡിവൈഡ് ചെയ്യുന്നേ ഇല്ല. പിന്നെയുള്ള ഡിവിഷൻ അവർക്ക് അപ്പൊ അവിടെ നിന്ന് നടക്കുന്നേ ഇല്ല. പിന്നെ അവര് ഡിവിഷൻ നടത്തുന്നത് എവിടെ വെച്ച് മാത്രമാണ്, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നമ്മളെ സ്പേംസ് വന്ന് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി oocytesന് പിന്നീട് എന്ത് നടക്കുന്നത്, ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, എന്താണ് സെക്കൻഡറി oocyte എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂട്രിയൻസും സൈറ്റോപ്ലാസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറി oocytesൽ നിന്ന് റിട്ടൈൻ ചെയ്യുന്നുണ്ട്. പോളാർ ബോഡിയിൽ അങ്ങനത്തെ ഒന്നും കാണുന്നില്ല, ഒരു ചെറിയ ഒരു ടൈനി സ്ട്രക്ചർ ആയിട്ട് അതങ്ങ് പോകും. പിന്നെ എന്താണ്, ടെർഷ്യറി ഫോളിക്കിളിന്റെ ഉള്ളിൽ ഇപ്പൊ എന്തുണ്ട്, സെക്കൻഡറി oocyte ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ടെർഷ്യറി ഫോളിക്കിൾ എന്ത് ചെയ്യും, മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ടെർഷ്യറി ഫോളിക്കിൾ പിന്നീട് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. ഈ സെക്കൻഡറി oocyte അതിന്റെ ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്, പുതിയൊരു ലെയറും കൂടി വരും. ഏതാണ്, സോണ പെലുസിഡ. സോണ പെലുസിഡ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ലെയറും കൂടി എന്തിനു വരും, സെക്കൻഡറി oocyteന് വരും. ഇനി ഓവുലേഷന്റെ സമയത്ത് 14th day of menstrual cycle അല്ലെങ്കിൽ ഓവുലേഷന്റെ സമയത്ത് എന്തുണ്ടാവും, ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങോട്ട് റപ്ചർ ചെയ്യും. എന്നിട്ട് സെക്കൻഡറി oocyte ആണ് എന്ത് ചെയ്യുന്നത്, ഓവറിയിൽ നിന്ന് പുറത്തു പോകുന്ന ഓവം, അതിനെ നമ്മൾ ഓവം തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ആ ഓവം എന്ത് രൂപത്തിലാണുള്ളത്, സെക്കൻഡറി oocyteന്റെ രൂപത്തിലാണുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെ ഓവം എന്നല്ല പറയാ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്ത്, ഈ ഒരു ഓവുലേഷന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി oocyte എന്നും തന്നു, ഓവവും എന്നും തന്നു. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ അവർ ഓപ്ഷനിൽ തരുവാണെങ്കിൽ നിങ്ങൾ ഇത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, സെക്കൻഡറി oocyte എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ആക്ച്വലി ഓവമാണ്, പക്ഷെ എന്താണ്, അത് കിടക്കുന്ന ഫോം സെക്കൻഡറി oocyte എന്ന് പറഞ്ഞത് തികച്ചും എന്തായിട്ടില്ല, ഓവമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ അത് ചോദിക്കുകയാണെങ്കിൽ ഓവുലേഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഓവറിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ഏത് ഫോമിലാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓവവും തന്നു, സെക്കൻഡറി oocyteും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യണം, സെക്കൻഡറി oocyte ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഈ ഇങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് പറയാ,
ഓവുലേഷൻ എന്നാണ് പറയാ. ഇതാണ് നമ്മുടെ എന്തേ ഇവിടെ പ്രൈമറി ഫോളിക്കിൾ ഇതേ മാറി ഇതേ ഇവിടെ ടേർഷറി ഫോളിക്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ടേർഷറി ഫോളിക്കിളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീക്ക ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. തീക്ക ലെയർ ഉണ്ട്, പിന്നെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി കാണുന്നുണ്ട്, ആൻഡ്രം എന്നാണ് പറയുന്നത്. അത് പിന്നെ മെച്ചുർ ചെയ്തിട്ട് എന്താവുന്നുണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നുണ്ട്. ഗ്രാഫിയൻ ഫോളിക്കിൾ നെക്സ്റ്റ് എന്താവുന്നുണ്ട്, ഓവുലേഷന്റെ സമയത്ത് റപ്ചർ ചെയ്ത് സെക്കൻഡറി ഊസായിട്ട് പുറത്തേക്ക് പോവുകയും ബാക്കിയുള്ള ആ ഒരു ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പാർട്ട് എന്തായിട്ട് മാറുകയാണ്, കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ ഓവം പുറത്തേക്ക് പോയി ബാക്കിയുള്ള സെക്കൻഡറി നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പാർട്ടിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ oogenesisന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താണ് ഉണ്ടാവുന്നത്, ഫസ്റ്റ് ഫീറ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീമെയിൽസിന്റെ ഫീറ്റൽ ലൈഫ്. ഒരു ഫീമെയിൽ ഉണ്ടാവുമ്പം അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അവരുടെ മദറിന്റെ വോംബിൽ കിടക്കുന്ന ആ ഒരു ഫീറ്റിൽ തന്നെ എന്തുണ്ടാവുന്നുണ്ട്, അവരുടെ ഊഗോണിയ എന്ത് നടക്കും, മൈറ്റോസിസ് ഡിഫറൻസിയേഷൻ, മൈറ്റോസിസിന്റെ ഡിഫറൻസിയേഷൻ നടന്നിട്ട് എന്താവും, പ്രൈമറി ഊസൈറ്റ് ആവുന്നുണ്ട്. പക്ഷെ എന്താണ്, ഊഗോണിയ കുറെ മൈറ്റോട്ടിക് ഡിഫറൻസിയേഷൻ നടത്തും. മൈറ്റോട്ടിക് ഡിഫറൻസിയേഷൻ നടത്തി കുറെ ഊഗോണിയ ആയിട്ട് മാറിയിട്ട് ആ ഊഗോണിയയിൽ ഏതെങ്കിലുമൊക്കെ എന്താവും, ഏതെങ്കിലുമൊക്കെ മയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. മയോട്ടിക് ഡിവിഷൻ എന്ത് ചെയ്യും, ഫസ്റ്റ് മയോട്ടിക് ഡിവിഷന്റെ പ്രോഫേസിൽ അതെന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അത് അറസ്റ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. ഓക്കെ, അങ്ങനെ നിൽക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലുള്ളത്. ആ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലാണ് ബർത്ത് നടന്നു. അത് കഴിഞ്ഞ് ചൈൽഡ്ഹുഡ് മുതൽ പ്യൂബർട്ടി വരെ എന്താണ്, ആ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിൽ തന്നെയാണ് അത് കിടക്കുന്നത്. അതിന് മുകളിൽ എന്ത് വന്നിട്ടുണ്ട്, ലെയേഴ്സ്, ഗ്രാനുലോസ ലെയേഴ്സ് വന്നു. അപ്പൊ എന്തായി, പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്യൂബർട്ടി എത്തിക്കഴിയുമ്പോഴാണ് എന്താവുന്നത്, അതിന് തീക്ക എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ലെയറും കൂടി വന്നു അല്ലെ, പുതിയ ലെയർ വന്നു. അത് കഴിഞ്ഞിട്ട് ആ തീക്കയ്ക്ക് തന്നെ ഇന്റേണ എക്സ്റ്റേണ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറൻസിയേഷൻ വന്നു. ഉള്ളിൽ ആൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാവിറ്റി വന്നു. അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വരുമ്പോ ആ ഒരു സ്റ്റേജ് ഏതാണ്, ടേർഷ്യറി ആണ് അല്ലെ. ടേർഷ്യറി ഫോളിക്കിൾ ആയി. പ്രൈമറി ഫോളിക്കിളിൽ നിന്ന് സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടായി, തീക്ക എന്ന് പറഞ്ഞുള്ള ലെയർ വന്നു. അത് കഴിഞ്ഞിട്ട് അതും കൂടി ഡിഫൈൻ ചെയ്ത് ആൻഡ്രം കൂടി ഒക്കെ വന്നിട്ട് ടേർഷ്യറി ഫോളിക്കിൾ ആയി. ടേർഷ്യറി ഫോളിക്കിൾ ആകുമ്പോഴാണ് എന്ത് നടക്കുന്നത്, അപ്പോഴാണ് അതിനുള്ളിലുള്ള പ്രൈമറി ഊസൈറ്റിന് എന്ത് ബോധം വരുന്നത്, ഡിവിഷൻ നടത്തണം എന്നുള്ള ബോധം വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ ആ ഡിവിഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. പ്യൂബർട്ടി ആ ഒരു ഇതിലാവുമ്പോ അവർക്ക് എന്താവും, ആ സെക്കൻഡറി ഊസൈറ്റ് ഫോമിലേക്ക് ആവും. സെക്കൻഡറി ഇവിടെ ഈ ഒരു പ്രോഫേസ് 1-ലുള്ള ആ ഒരു പ്രൈമറി ഊസൈറ്റ് അല്ലെ, ആ പ്രൈമറി നടത്തും, ഡിവിഷൻ നടത്തിയിട്ട് സെക്കൻഡറി ഊസൈറ്റ് ആവുകയും ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ സെക്കൻഡറി ഊസൈറ്റ് ഫോമിൽ അവരെ വീണ്ടും അങ്ങ് അറസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ അവര് ഈ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്, ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അല്ല ഫെർട്ടിലൈസേഷന്റെ സമയത്ത് നമ്മുടെ സ്പേം വരുമ്പോ അവരെന്ത് ചെയ്യും, ഈ ഒരു സെക്കൻഡറി ഊസൈറ്റ് ഓവമായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഓവം ട്ടോ. ഓവമായിട്ട് മാറുകയും പിന്നെ സെക്കൻഡ് പോളാർ ബോഡി അത് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാവും, ഒരു ഓവം ഉണ്ടാവും. ഓവത്തിന് അല്ലെങ്കിൽ അതിനെന്ത് പറയും, ഇത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഓവം അല്ലെങ്കിൽ ഊറ്റിഡ് എന്ന് പറയും. ഇത് നിങ്ങളുടെ എന്തുണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റില് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സെക്കൻഡ് പോളാർ ബോഡി എനിക്ക് തോന്നുന്നു സെക്കൻഡ് പോളാർ ബോഡി എവിടെയാണ് ഉണ്ടാവുന്നതെന്നോ അങ്ങനെ എന്തോ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മയില്ല, ഊറ്റിഡ് എവിടെയാണ് ഉണ്ടാവുന്നതെന്നോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ഊറ്റിഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. അത് എവിടെയാണ് ഉണ്ടാവുന്നത്, അത് ഫെർട്ടിലൈസേഷന്റെ സമയത്താണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഫെർട്ടിലൈസേഷന്റെ സമയത്ത് ആയതുകൊണ്ട് തന്നെ അത് എവിടെയാണ് ഉണ്ടാവുന്നത്, ആംപ്യുളാർ റീജിയനിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഡിഫറൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നാളെ എന്തായാലും ഇതിന്റെ ബാക്കി തന്നെയാണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം.